അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 92ാമത്തെ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരല്പം ഭാഗങ്ങളിലായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട അപവാദം, ആ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയെന്നോണം കഴിഞ്ഞ ഭാഗത്ത് ആ സൂറത്ത് നൂറാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ഭാഗത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു പോയിൻ്റ്, അതിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഓർക്കുന്നുണ്ടാകും, ആ സൂറത്തിനെ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ വേണ്ടി അതിലുള്ള വിഷയക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സൂറത്തിനെ നമ്മൾ 9 ഭാഗങ്ങളാക്കി 9 സെക്ഷനായിട്ട് നമ്മൾ അതിനെ തരംതിരിച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ സെക്ഷൻ 1 മുതൽ 10 വരെയുള്ള ആയത്തുകൾ, പ്രധാനമായിട്ട് അവിടെ കടന്നു വരുന്ന വിഷയം അസിന, വ്യഭിചാരം, അതേപോലെ തന്നെ ഖദഫ്, വ്യഭിചാര ആരോപണം, അതേപോലെ അതിനുള്ള ശിക്ഷകൾ, ഹദ്ദു സിന, അതേപോലെ തന്നെ ഹദ്ദുൽ ഖദഫ്, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒന്നാമത്തെ സെക്ഷനിൽ കടന്നു വരുന്നത്. അതിൽ കഴിഞ്ഞ ഭാഗത്തുടനീളം വ്യഭിചാരമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതേപോലെ തന്നെ പിശാച് അതിലേക്ക് ഒരാളെ എത്തിക്കുന്ന വഴികളെ സംബന്ധിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പൊരുതേണ്ട ആത്മസംഘട്ടനം, ആ ജിഹാദുൻ നഫ്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇനി ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ സൂറത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ സെക്ഷൻ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയത്തുകളാണ്. അതിനെ നമ്മൾ ഒരല്പം ആഴത്തിൽ നോക്കിക്കാണും. അതോടൊപ്പം ഇതര സെക്ഷന് നമ്മൾ ഓടിച്ചു പോവുകയും ചെയ്യും. ആ രൂപത്തിലാണ് ഈ ഒരു ഭാഗം നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളിൽ ആ വ്യഭിചാരത്തോടൊപ്പം തന്നെ അള്ളാഹു ആ വ്യഭിചാരത്തിനുള്ള ശക്തമായിട്ട്, അല്ലെങ്കിൽ വ്യഭിചാര ആരോപണത്തിനുള്ള ശക്തമായിട്ടുള്ള ശിക്ഷകളെ സംബന്ധിച്ചും സംസാരിക്കുന്നുണ്ട്. അപ്പം അത് ആ ശിക്ഷകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇപ്പം ഇസ്ലാമിക ശരീഅത്തിൽ കുടുംബം, അല്ലെങ്കിൽ ആ ഫാമിലി എന്നുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു സ്ഥാപനത്തിന് ഇസ്ലാം നൽകുന്ന, അല്ലെങ്കിൽ ശരീഅത്ത് നൽകുന്ന ആ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതറിയുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇത്രയും കഠിനമായിട്ടുള്ള ശിക്ഷകൾ അള്ളാഹു നിർദ്ദേശിച്ചത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിലേക്ക് പോകുന്നതിന് മുമ്പ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മനുഷ്യനെ ഇണകളായിട്ടാണ് സൃഷ്ടിച്ചത്. ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ. അത് ആദിമ മനുഷ്യൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ സൃഷ്ടിച്ച സമയത്ത് ഒറ്റക്കല്ല, കൂടെ ഭാര്യ ഹവ്വ റളിയല്ലാഹു അൻഹ കൂടെ ഒരുമിച്ച് സൃഷ്ടിക്കുന്നുണ്ട്. അവർ ഒരുമിച്ചാണ് ആ സ്വർഗത്തിൽ, അതായത് സ്വർഗം പോലും ആസ്വദിക്കണമെങ്കിൽ കൂടെ ഇണ വേണം എന്നുള്ളതാണ്. അപ്പം ഇണയോടുള്ള ആ ഒരു താല്പര്യം, ആകർഷണം, അത് സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചതാണ്. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതര ജീവികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈ ലൈംഗികത അവന് കേവലം പ്രത്യുൽപാദനത്തിന് മാത്രമല്ല, മറിച്ച് ആസ്വാദനത്തിനും അവൻ്റെ ഭൗതിക മാനസിക വളർച്ചക്കെല്ലാം വലിയ ഘടകമായിട്ട് അത് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അവർ ഗണിക്കുന്ന ഫ്രോയിഡിനെ പോലെയുള്ള ആളുകൾ ആ മൊത്തം മനഃശാസ്ത്രത്തെ ലൈംഗികതയാകുന്ന ഗ്ലാസ്സിലൂടെ നോക്കി നൽകിയ വ്യാഖ്യാനങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ ചിലപ്പോൾ വിശപ്പിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അപ്പോൾ മനുഷ്യന്റെ ആ ഉന്നമനത്തിനും പുരോഗതിക്കെല്ലാം ഏറ്റവും കാരണമായി തീർന്നൊരു വികാരമാണ് വിശപ്പ്. സമാനമായിട്ട് ഭൂമിയിലുള്ള സ്പീഷീസുകളെ നിലനിർത്തുന്ന ഏറ്റവും പവർഫുൾ ഫോഴ്സായിട്ടെല്ലാം ലൈംഗികത പരിണാമശാസ്ത്രജ്ഞരും ആ രൂപത്തിലെല്ലാം അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു അത് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ഫോഴ്സാണെന്ന് പറയുന്നതോടൊപ്പം സൂറത്ത് ആൽ ഇംറാന്റെ 14ാമത്തെ വചനത്തിൽ സുയ്യന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാ, അതോടൊപ്പം ആ ഒരു താല്പര്യം നിങ്ങൾ ഒതുക്കി വെക്കണം എന്നല്ല, മറിച്ച് നിങ്ങളുടെ ആ താല്പര്യം പൂർത്തീകരിക്കാനുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ചാനൽ, വിവാഹമാകുന്ന ഒരു സൊല്യൂഷൻ അള്ളാഹു മുന്നിൽ നൽകുകയാണ്. ഇപ്പം ഇസ്ലാമിക വീക്ഷണപ്രകാരം വിവാഹമാകുന്ന സർക്കിളിനകത്ത് മാത്രം സംഭവിക്കേണ്ട ഒന്നായിട്ടാണ് ഇസ്ലാം ആ സൗന്ദര്യ പ്രദർശനത്തെയും അതേപോലെ തന്നെ ആ റൊമാൻസിനെയും ലൈംഗികതയെല്ലാം ആ രൂപത്തിലാണ് നോക്കിക്കാണുന്നത്. അതേസമയം ആധുനിക ലോകത്ത് നവ ലിബറലിസ്റ്റ് ആശയങ്ങൾ അത് ആ സർക്കിളിനെ നശിപ്പിച്ച് ഈ രൂപത്തിൽ കുത്തഴിഞ്ഞ്, നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും ജെൻഡർ ന്യൂട്രാലിറ്റിയെ സംബന്ധിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെല്ലാം വളരെ സാമാന്യവൽക്കരിക്കുന്ന രൂപത്തിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എല്ലാം ആ രൂപത്തിലാണ് അതിനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഇസ്ലാമിക ശരീഅത്ത് ആ ഫാമിലി എന്നുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ശക്തമായി അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് വിവാഹ കരാറിനെ സംബന്ധിച്ചെല്ലാം അത്ര ഗൗരവത്തിൽ പരിശുദ്ധ സൂറത്ത് നിസാഇന്റെ 21ാമത്തെ വചനത്തിൽ അഖദ്നാ മിൻകും മീസാഖൻ അലീല, കനത്ത ഒരു കരാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേ ഭാഷ പിന്നീട് പ്രവാചകന്മാരിൽ നിന്നും അള്ളാഹു കരാർ വാങ്ങിയ സമയത്ത് സൂറത്തുൽ അഹ്സാബിന്റെ 7ാമത്തെ വചനത്തിൽ അഖദ്നാ മിൻഹും മീസാഖൻ അലീല, ആ കരാറിനെ സംബന്ധിച്ചാണ് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ സംസാരിച്ചത്. കാരണം അത് കേവലം ഒരു പദങ്ങളുടെ ഉച്ചാരണമല്ല. അപ്പം നമ്മൾ കെലിമ ചെല്ലുന്ന സമയത്ത് ഒരാൾ ആ കെലിമ ചെല്ലുന്നതോടുകൂടെ
ഒരു ലൈഫ് ലോങ് ബാധ്യത, അല്ലെങ്കിൽ ജീവിതകാലത്തുടനീളം അള്ളാഹിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് അയാൾ ജീവിക്കാൻ ബാധ്യസ്ഥനാകുന്നത് പോലെ തന്നെ ആ ഒരു പദങ്ങൾ ഉരുവിട്ട് ഒരു സ്ത്രീയെ ഏറ്റെടുക്കുന്നതോടുകൂടെ പിന്നെ ജീവിതകാലത്തുടനീളം അവളെയും അവളുടെ സന്താനങ്ങളെയെല്ലാം സംരക്ഷിക്കുമെന്നുള്ള ആ ലൈഫ് ലോങ് ബാധ്യതയാണ് അയാൾ അവിടെ സൈൻ ചെയ്യുന്നത്. അത്രയും വലിയൊരു കോൺട്രാക്റ്റാണ് അയാൾ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ഏതൊരു സമൂഹത്തെയും ആ സമൂഹമാകുന്ന വലിയ ബിൽഡിങ്ങിനെ നിർമ്മിച്ചിട്ടുള്ള അതിൻ്റെ ഇഷ്ടികകൾ, ആ ഇഷ്ടിക എത്ര സ്ട്രോങ് ആണോ അതിനനുസരിച്ചിരിക്കും അതിൻ്റെ ഭാവി. അതേപോലെ ആ ഫാമിലി എത്ര ഹെൽത്തി ആണോ അതിനനുസരിച്ചിരിക്കും ആ സമൂഹത്തിൻ്റെ ഭാവി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ജനറേഷനെ, ആ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന ഫാക്ടറികളാണ് യഥാർത്ഥത്തിൽ ഈ ഫാമിലി ആകുന്ന സ്ഥാപനം. അപ്പോൾ വാർത്തെടുക്കുന്ന അച്ചിൽ പഴവ് വരാൻ പാടില്ല. അതായത് ദാമ്പത്യ ജീവിതത്തിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് കുട്ടിയുടെ ഭൗതിക അല്ലെങ്കിൽ മാനസിക വളർച്ചയെല്ലാം സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. നിരവധി പഠനങ്ങൾ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ആ ഒരു ഫാമിലി ആകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭദ്രമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശരീഅത്തിൽ നിരവധി നിയമങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പം ഇസ്ലാമിക ശരീഅത്ത് അല്ലെങ്കിൽ ആ മത നിയമങ്ങൾ മൊത്തമായിട്ട് അള്ളാഹു നമുക്ക് നൽകിയത് അതിൻ്റെ ഉദ്ദേശം ആ നന്മ തിന്മകളെ കൃത്യമായിട്ട് വേർതിരിച്ചെടുക്കാനും ആ നന്മയെ സംരക്ഷിക്കാനും അതേസമയം ആ തിന്മകളെ അല്ലെങ്കിൽ ഉപദ്രവങ്ങളെ തടയാനുമായിട്ടാണ് ആ നിയമങ്ങൾ ഉടനീളം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ജാദിയയുടെ 18-ാമത്തെ വചനത്തിൽ സുമ്മ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിയുഹ, അതായത് മതകാര്യത്തിൽ ഒരു തെളിഞ്ഞ ശരീഅത്ത് എന്നുള്ള പദത്തിനർത്ഥം ആ പാത, ആ തെളിഞ്ഞ പാത എന്നുള്ള അർത്ഥമാണ്. ആ ഒരു പാതയിൽ നിങ്ങളെ ആക്കിയിരിക്കുന്നു. അതുകൊണ്ട് വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, നിങ്ങൾ അതിനെ പിന്തുടരുക, അറിവില്ലാത്ത ആളുകളുടെ തന്നിഷ്ടങ്ങളെ, ആ ഹവകളെ നിങ്ങൾ പിന്തുടരുത് എന്നുള്ളതാണ്. അപ്പം ഇസ്ലാമിക നിയമങ്ങളെ മുഴുവൻ ആ ശരീഅത്തിനെ, മൊത്തം ശരീഅത്തിനെ നമ്മൾ ആറ്റിക്കുറുക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ മഖാസിദുകൾ, അതിൻ്റെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ലക്ഷ്യങ്ങൾ അതിനെ 5 അല്ലെങ്കിൽ 6 ആക്കി ചുരുക്കാൻ സാധിക്കും എന്നുള്ളത്. അതായത് മൊത്തം ഈ 6 കാര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ ശരീഅത്ത്, മുഴുനീള ശരീഅത്ത് അല്ലെങ്കിൽ മുഴുവൻ ശരീഅത്തും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. എന്താണ് 6 കാര്യങ്ങൾ? അപ്പോൾ ഒന്നാമതായിട്ട് ഹിഫ്ലുദ്ദീൻ, ആ ദീനിൻ്റെ സംരക്ഷണം, അതിനു വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ ഒരാൾക്ക് ഇസ്ലാം അനുഷ്ഠിച്ച് ജീവിക്കാനുള്ള ആ സ്വാതന്ത്ര്യം, അത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇതര ആളുകൾക്കും അതേ സ്വാതന്ത്ര്യം, അതായത് ആരാധനാ സ്വാതന്ത്ര്യവും മറ്റും വകവെച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാളിലും മതം അടിച്ചേൽപ്പിക്കുന്നില്ല. ലാ ഇക്രാഹ ഫിദ്ദീൻ. ഇത് ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. നമ്മുടെ ആ വിഷയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാണ്. രണ്ടാമതായിട്ട് ഹിഫ്ലുൻ നഫ്സ്, ആ പവിത്രമായിട്ടുള്ള മനുഷ്യജീവൻ, വലഖദ് കറംനാ ബനി ആദം, അതിനെ അന്യായമായിട്ട് ഹനിക്കാൻ പാടില്ല, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. ആ കൊലപാതകം അത് വൻപാവാക്കി അതിനുള്ള ശിക്ഷാവിധികൾ, അതേ രൂപത്തിലുള്ള നിരവധി നിയമങ്ങൾ. പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സൂറത്തുൽ മാഇദയിൽ ഒരാളെ അകാരണമായിട്ട് വധിക്കുന്നത് കഅന്നമാ ഖതലന്നാസ ജമീഅ, അത് മുഴുവൻ മനുഷ്യരാശിയെ വധിക്കുന്നതിന് സമാനാണെന്നെല്ലാം അല്ലാഹു പറയുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ആ ജീവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങൾ, അതാണ് മറ്റൊന്ന്. മൂന്നാമതായിട്ട് കടന്നു വരുന്നത് ഹിഫ്ദുൽ അഖലാണ്, അതായത് മനുഷ്യൻ്റെ ആ ബുദ്ധിയെ, ആ അഖലിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ, അതാണ് മൂന്നാമത്തത്. അപ്പോൾ മനുഷ്യനെ ഇതര ജീവജാലങ്ങളിൽ നിന്നെല്ലാം വിഭിന്നാക്കുന്നത് അവൻ്റെ അഖലാണ്, അവൻ്റെ ബുദ്ധിയാണ്. അപ്പം അതൊരിക്കലും അകാരണമായിട്ട് ഹനിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ ലഹരി പദാർത്ഥങ്ങളും മദ്യമെല്ലാം ശക്തമായിട്ടുള്ള ഭാഷയിൽ ആ ശരീഅത്ത് വിലക്കി. അതിൻ്റെ കാരണം അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നാലാമതായിട്ട് ഹിഫ്ദുൽ മാലാണ്, ആ ധനത്തിൻ്റെ സംരക്ഷണം. അതായത് ഒരാളുടെ സമ്പത്ത് അന്യായമായിട്ട് മറ്റൊരാൾ ഹനിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇസ്ലാമിക സാമ്പത്തിക നിയമങ്ങളും അനന്തരാവകാശ നിയമങ്ങളും സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട്, സ്വതക്കായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ആ സമ്പത്തിൻ്റെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ് നൽകുന്നത്. അതാണ് നാലാമത്തത്. അഞ്ചാമത്തത് നമ്മുടെ വിഷയം ഹിഫ്ദുൻ നസ്ലാണ്, അതായത് ഫാമിലി പ്രൊട്ടക്ഷൻ, ആ കുടുംബത്തിൻ്റെ ആ ഭദ്രതയ്ക്ക് വേണ്ടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ള നിയമങ്ങളാണ്. അപ്പം അതിനുവേണ്ടി ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ആ ശരീഅത്തിൽ നൽകി. ഭർത്താവിൻ്റെ ബാധ്യതകൾ, അതേപോലെ തന്നെ ഭാര്യയുടെ കടമകൾ, ഇത് അങ്ങനെ പ്രയോഗതലത്തിൽ കൊണ്ടുവരും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായിട്ടുള്ള ദാമ്പത്യ ജീവിതത്തിൻ്റെ എക്സാമ്പിളും അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചു എന്നുള്ളതാണ്. ഓർക്കുന്നത് അടുത്ത കാലത്തൊരു പണ്ഡിതൻ റസൂലുള്ളാഹിന്റെ ആ മുഴുനീള അനുഭവത്തിന്റെ ചരിത്രം അദ്ദേഹം ഒരു ഫാമിലി പെർസ്പെക്റ്റീവിൽ അദ്ദേഹം സംഗ്രഹിച്ചത് വളരെ ഹൃദയസ്പർശിയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൈകളിൽ നിന്ന് ആരംഭിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നെഞ്ചിലൊടുങ്ങിയ വിസ്മയം, ആ രൂപത്തിലാണ് അദ്ദേഹം അതിനെ സൂചിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ജീവിതം മുഴുവൻ ആ ശരീഅത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാമിലിയെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങളാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശരീഅത്തിൽ ആ കുടുംബമാകുന്ന സ്ഥാപനത്തെ തകർക്കുന്ന, അതിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന വ്യഭിചാരത്തെ ശക്തമായിട്ടുള്ള ഭാഷയിൽ വിലക്കാനുള്ള കാരണം. അതിലേക്ക് അടുക്കാൻ പോലും പാടില്ല. അത് ആ കുടുംബത്തെ മാത്രമല്ല ആ സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു അർബുദമാണ്. അപ്പം അതുകൊണ്ട് തന്നെ
വ്യഭിചാരത്തിന് ശക്തമായിട്ടുള്ള ശിക്ഷാ നിയമങ്ങൾ അള്ളാഹു നൽകി എന്നുള്ള ആ ശരീഅത്തിൽ നൽകി എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സൂറത്ത് നൂറിൻ്റെ 1 മുതൽ 3 വരെയുള്ള ആയത്തുകളിൽ ഹദ്ദുസിന, അവിടെ ആ റജുമും അതേപോലെ തന്നെ ജൽദെല്ലാം അള്ളാഹു ആ ശിക്ഷാവിധികളായിട്ട് നൽകുന്നുണ്ട്. അതിൻ്റെ കാരണം ആ ഫാമിലിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു കൊട്ടാരം നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ആ കൊട്ടാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി അതിന് ചുറ്റും മൂർച്ചയേറിയ കമ്പിവേലികൾ നമ്മൾ കെട്ടാറുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫെൻസ് അവിടെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ഒരാളും ആ കമ്പിവേലിയിലൂടെയല്ല ആ കൊട്ടാരത്തെ വിലയിരുത്തുക. ആ കൊട്ടാരം എത്ര അമൂല്യമാണോ അതിനനുസരിച്ച് അതിന് ചുറ്റുള്ള സംരക്ഷണം അത്രയും സ്ട്രോങ് ആയിരിക്കും. അതേ രൂപത്തിൽ ഇത്രയും ശക്തമായിട്ടുള്ള ശിക്ഷാ നിയമങ്ങളെല്ലാം അള്ളാഹു നൽകിയത് ആ ഫാമിലി ആകുന്ന ആ ഒരു പാലസിനെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് 5ാമത്തതായിട്ട് കടന്നു വരുന്നത്. അതിൽ ചില പണ്ഡിതന്മാർ 6ാമത്തതായിട്ട് അതിൻ്റെ ശരീഅത്തിന്റെ ലക്ഷ്യങ്ങളിൽ 6ാമത്തതായിട്ട് കൂട്ടിച്ചേർക്കുന്നത് ഹിഫ്ദുൽ അറാദ്, ഒരാളുടെ ഇർള്, അയാളുടെ അഭിമാനം, അതല്ലെങ്കിൽ അയാളുടെ ഡിഗ്നിറ്റി അത് സംരക്ഷിക്കപ്പെടണം. അതിനുള്ള നിരവധി നിയമങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകളാണ്. അപ്പം അതുകൊണ്ടാണ് ഈബത്തും നമീമത്തെല്ലാം വിലക്കിയത്. അതിൻ്റെ എക്സ്ട്രീമായിട്ട് ആ ഖദഫ്, അതായത് ഒരാൾക്ക് മീതെ വ്യഭിചാരം ആരോപിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ സൂറത്ത് നൂറിൻ്റെ 4ഉം 5ഉം ആയത്തുകളിൽ ഹദ്ദുൽ ഖദഫാണ്, അതായത് വ്യഭിചാര ആരോപണത്തിനുള്ള ശിക്ഷയാണ്. ഒരാൾ അത് കേവലം ആരോപിച്ചാൽ പോരാ, നിങ്ങൾ ആരോപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അർബഅത്തി ശുഹദ, നിങ്ങൾ 4 ആളുകളെ സാക്ഷിയായി കൊണ്ടുവരേണ്ടതുണ്ട്. ആ 4 സാക്ഷി വേണം. അത് 3 ആണെങ്കിൽ പോലും ആരോപിക്കുന്ന വ്യക്തിക്ക് 80 ജൽദ, 80 അടി അയാൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഇസ്ലാം ഒരാളുടെ അഭിമാനത്തിന്, അയാളുടെ ചാരിത്ര വിശുദ്ധിക്ക് ഇസ്ലാം നൽകുന്ന ശ്രേഷ്ഠത, പ്രാധാന്യമാണ് അതെല്ലാം കാണിച്ചു തരുന്നത്. 4 സാക്ഷികൾ നേരിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾ മിണ്ടാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ നിങ്ങൾ നാവടക്കി വെക്കണം എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമായിട്ടുള്ള ഭാഷയിൽ അള്ളാഹു അടുത്ത സെക്ഷൻ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾക്കിടയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ പിന്നീട് വരും. അപ്പോൾ 4 സാക്ഷികളില്ലെങ്കിൽ, അപ്പോൾ നമുക്കറിയാം മാസം കാണുന്ന വിഷയത്തിൽ പോലും ഒരു സാക്ഷിയാണ്, അതിനേക്കാൾ അത് ഉമ്മത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായിട്ട് 4 സാക്ഷികളില്ലെങ്കിൽ 4ാമത്തെ ആയത്തിൽ വലാ തഖ്ബലു ലഹും ഷഹാദതൻ അബദ, അയാളുടെ ഒരു സാക്ഷ്യവും പിന്നീട് സ്വീകരിക്കരുത്. വ ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തമ്മാടികളാണ് അല്ലെങ്കിൽ തോന്നിവാസികളാണ്. ആ രൂപത്തിലാണ് അള്ളാഹു ഗൗരവമേറിയ ഭാഷയിലാണ് അവിടെ എല്ലാം അള്ളാഹു സംസാരിക്കുന്നത്. അപ്പോൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അപ്പോൾ 4 ആളുകൾ കാണുമാറ് 4 സാക്ഷികളെ വെച്ചൊന്നും ഈ ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യില്ല. അത് കോമൺ സെൻസ് ആണ്, അത് അത്രയും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരസ്യപ്പെടുത്തൽ അല്ലെങ്കിൽ അത് പബ്ലിക്കായിട്ട് ചെയ്യുന്ന സമയത്ത് അതിനുള്ളൊരു സാധ്യതയുള്ളൂ. അപ്പോൾ ഇത്തരം ഇൻഡീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പബ്ലിക്കാക്കുന്നത് അത് ഏതൊരു ആധുനിക നിയമപ്രകാരവും അത് കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. പബ്ലിക് ഡിസ്പ്ലേ ഓഫ് ഇൻഡീസൻസി അത് ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ് ഏതൊരു രാജ്യത്തും. അതുമാത്രമല്ല, ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ അത് ഈ രൂപത്തിൽ പബ്ലിസൈസ് ചെയ്യുന്ന സമയത്ത് അത് സമൂഹത്തിൽ വലിയ ഫിത്തനകൾ ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് സമൂഹത്തിൽ നിരവധി അവിവാഹിതരായിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികളായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കിടയിലേക്ക് ഇത് തുറന്നു വെക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള ശിക്ഷ ആ വിഷയത്തിൽ നൽകാനുള്ള കാരണം. ഇന്ന് 4 ആളുകളെയല്ല 4 ബില്യൺ കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് പോർണോഗ്രാഫിക് ഇൻഡസ്ട്രി എല്ലാം മൾട്ടി-മില്യൺ കൊയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിയ ഭവിഷ്യത്ത് അത് കാരണം സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ കുടുംബജീവിതമായിട്ടെല്ലാം ബന്ധപ്പെട്ട് പല കുടുംബജീവിതത്തിൻ്റെയും തകർച്ചക്കത് കാരണമായിട്ട് തീരാണ്. അതുകൊണ്ടാണ് ഇത്രയും ശക്തമായിട്ടുള്ള നിയമങ്ങൾ ആ വിഷയത്തിൽ നൽകാനുള്ള കാരണം. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഉയർന്നു വരുന്നൊരു ചോദ്യം, അപ്പോൾ 4 സാക്ഷികൾ എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദൗർഭാഗ്യവശാൽ അത്തരത്തിലൊന്ന് സംഭവിച്ചാൽ ആ 4 സാക്ഷികൾ എന്നുള്ളത് നടക്കുന്ന കാര്യമില്ല, അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം? അതിനുള്ള നിയമങ്ങളാണ് പിന്നീട് സൂറത്ത് നൂറിൻ്റെ 6 മുതൽ 10 വരെയുള്ള ആയത്തുകളിൽ ഹദ്ദുൽ ലിആനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു ആയത്തുകൾക്കിടയിൽ നമ്മൾ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഏതൊരു വ്യക്തികളിലും അല്ലെങ്കിൽ സമൂഹത്തിലും ആ ലൈംഗിക മേഖലയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അത് വിജയകരമായിട്ട് സാധ്യമാക്കാനുള്ള 5 നിർദ്ദേശങ്ങൾ അള്ളാഹു ഈ സൂറത്ത് നൂറിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത സെക്ഷൻ നമ്മൾ വിശദീകരിച്ചതിന് ശേഷം അവസാനത്തിൽ ഞാനത് സൂചിപ്പിക്കുന്നതാണ്. ഇനി നമ്മൾ ഈ സൂറത്തിൻ്റെ 2ാമത്തെ സെക്ഷൻ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ കഴിയെങ്കിൽ പരിശുദ്ധ ഖുർആൻ അർത്ഥസഹിതം മുന്നിൽ തുറന്നു വെച്ചതിന് ശേഷം ഇനിയുള്ള വിശദീകരണങ്ങൾ ശ്രവിക്കുക. ഇപ്പോൾ 2ാമത്തെ സെക്ഷൻ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട ആ ചർച്ച ആരംഭിക്കുന്നത് 11ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി. അപ്പോൾ തീർച്ചയായിട്ടും ആ ഇഫ്ക് കൊണ്ടുവന്ന ആളുകൾ, അപ്പോൾ ഇന്നല്ലദീന അഫിക്കു അല്ലെങ്കിൽ ഇന്നല്ലദീന കദിബു എന്നൊന്നുമല്ല, അള്ളാഹു ജാഉ എന്നുള്ള പദം വഴി അത് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതന്നെ വളരെ കൃത്യമായിട്ട് വല്ലാത്തൊരു സാധനമാണ് നമ്മൾ എടുത്തു കൊണ്ടുവരേണ്ടി വരിക. അപ്പോൾ അതന്നെ അത് നിർമ്മിച്ചതാണെന്നുള്ളതിലേക്കുള്ള സൂചന. 2ാമതായിട്ട് ഇഫ്ക് എന്നുള്ള പദം, ഇഫ്ക് എന്നുള്ളത് അപ്പോൾ അള്ളാഹു ഇന്നല്ലദീന കദിബു, കദബ് എന്നല്ല, മറിച്ച് ആ ഇഫ്ക് എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. ആ പദം മനോഹരമാണ്. ആ പദത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട്
അവരുടെ ആരോപണത്തിനെ വളരെ കൃത്യമായിട്ട് ആ പദം തന്നെ പൊളിച്ചടക്കുന്നുണ്ട്. ഇപ്പൊ ഇഫ്ക് എന്ന് വെച്ചാൽ കളവല്ല, കളവിനും മീതെയുള്ള കാര്യങ്ങൾ, കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ് ഇഫ്ക് എന്ന് പറയുക. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഒരാളെ സംബന്ധിച്ച് പറയാണ്, അയാളുടെ വാഹനം വളരെ മോശമാണ്, അത് ഓടിക്കാൻ പറ്റില്ല, അത് തീരെ മൈലേജ് ഇല്ല, ആ രൂപത്തിലല്ല ഞാൻ ഒരാളെ സംബന്ധിച്ച് പറയുന്നുണ്ടെങ്കിൽ, അത് കാറുള്ള വ്യക്തിയാണെങ്കിൽ, അത് പറയുന്നത് കളവാണെങ്കിലും ആ കാർ ഉണ്ട് എന്നുള്ളത് അതുവരെ സത്യമുണ്ട്. അതേസമയം കാർ പോലും ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഞാനത് പറയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു നുണയാണ്. അത് ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇഫ്ക് എന്നുള്ള പദത്തിനകത്ത് വരുന്നത്. അതായത് യാഥാർത്ഥ്യത്തെ തലകീഴായിട്ട് മറിക്കുക, അത് തന്നെയാണ് ആ ഒരു പദത്തിന്റെ ഒരർത്ഥം. ഇപ്പൊ ഇഫ്ക് എന്നുള്ള ആ ഒരു പദത്തിന് 5ഓളം അർത്ഥങ്ങളുണ്ട്. അതിൽ ഒരർത്ഥം ഖൽബു ശൈഇ അലാ വജ്ഹിഹി, അതായത് ഒരു കാര്യത്തെ തലകീഴായിട്ട് മറിക്കുക. അതേ അർത്ഥത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ സമാനമായിട്ടുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ സൂറത്തുൽ ഹാഖയുടെ ആരംഭത്തിൽ 9-ാമത്തെ വചനത്തിൽ വൽ മുഅ്തഫികാതു ബിൽ ഖാതിയ, തലകീഴായിട്ട് മറിഞ്ഞ, അത് അവിടെ അള്ളാഹു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പൊ അവര് അള്ളാഹു നൽകിയിട്ടുള്ള ആ മനുഷ്യ പ്രകൃതം, ആ ഫിത്രയെ തലകീഴായി മറിച്ച ആളുകളാണ്. അതിന്റെ നാച്ചുറൽ സ്ത്രീയും പുരുഷനും ആ രൂപത്തിലുള്ള ബന്ധമാണ്. അതിന് വിരുദ്ധമായിട്ട് അത് തലകുത്തനെയാക്കി ഒരേ ലിംഗത്തിൽപ്പെട്ട ആ സ്വവർഗരതിയിൽ കുളിച്ച ആ സമൂഹം അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും അതേ രൂപത്തിൽ തന്നെയാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചതും. സൂറത്ത് നജ്മിന്റെ 53-ാമത്തെ ആയത്തിൽ വൽ മുഅ്തഫികത അഹ്വ, അള്ളാഹു ആ നാടിനെ കീഴ്മേൽ അടിമേൽ, അതായത് നേരെ തലകുത്തൻ ആ നാടിനെ മറിച്ചിടുക. അവിടെയും ആ പദം മുഅ്തഫിക എന്നുള്ള പദം കടന്നു വരുന്നുണ്ട്. അപ്പൊ സമാനമായിട്ട് അവര് ഫിത്രയെ തലതിരിച്ചതുപോലെ തന്നെ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ പറഞ്ഞയച്ച ആ നാടിനെ തലകീഴായിട്ട് മറിച്ചു. ആ രൂപത്തിലാണ് ആ ജനതക്ക് അള്ളാഹു ശിക്ഷ നൽകിയത്. അപ്പൊ ഒരർത്ഥം ആ വസ്തുതയെ തലകീഴായിട്ട് മറിക്കുക എന്നുള്ളതാണ്. ആ ഒരു അർത്ഥത്തിലാണ് ഈ ഒരു പദം കടന്നു വരുന്നത്. പിന്നീട് ആ പദത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥം സർഫ്, അതായത് തിരിക്കുക എന്നുള്ളതാണ്. അതും അതേ ആശയം കടന്നു വരുന്നതാണ്. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയിൽ സറഫ് അല്ലാഹു ഖുലൂബഹും, അള്ളാഹു പറയുന്നുണ്ട് ഹൃദയങ്ങളെ തിരിക്കുന്നതിനെ സംബന്ധിച്ച്. അതായത് ഒരു കാര്യത്തെ നേരെ ഓപ്പോസിറ്റിലേക്ക്, അതായത് 180 അത് തിരിച്ചു കളയുക. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ അതേ അർത്ഥത്തിൽ തന്നെ സമാനമായിട്ടുള്ള പദം സൂറത്തു ദാരിയാത്തിന്റെ 9-ാമത്തെ വചനത്തിൽ യുഫക്കു അൻഹു മൻ ഉഫിക്, സമാനമായിട്ടുള്ള പദമാണ്. അവിടെ അള്ളാഹു ആ പദം ഉപയോഗിക്കുന്നുണ്ട്. ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു വാസ്തവത്തെ തിരിക്കുക. മറ്റൊരർത്ഥം സിഹിർ എന്നുള്ള അർത്ഥത്തിലും ആ പദം സൂറത്തുൽ അറാഫിന്റെ 117-ാമത്തെ വചനത്തിൽ അതേ പദം അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യത്തെ, അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാഥാർത്ഥ്യത്തെ തലകീഴായിട്ട് മറിക്കുക, അല്ലെങ്കിൽ അതിനെ തിരിച്ച് തികച്ചും വാസ്തവ വിരുദ്ധമായിട്ട് അവതരിപ്പിക്കുക, ആ രൂപത്തിലുള്ള പച്ചക്കള്ളങ്ങൾ, പടച്ചുണ്ടാക്കുന്ന കളവുകളെയാണ് ഇഫ്ക് എന്നുള്ള പദം കൊണ്ട് വിഭജിക്കുന്നത്. ആ ഒരു പദം തന്നെ യഥാർത്ഥത്തിൽ ആ ഒരു ആരോപണത്തെ പൊളിച്ചടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി, നിശ്ചയമായിട്ടും ആ ഇഫ്ക് കൊണ്ടുവന്ന ആളുകൾ. ഇപ്പോൾ അവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, അള്ളാഹു അവിടെ പേരെടുത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ പേരെടുത്ത് ആക്ഷേപിക്കുന്നില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ചില സ്ഥലത്ത് ഇപ്പോൾ ഇതേ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്ത് അബൂലഹബിനെ എല്ലാം പേരെടുത്ത് തന്നെ അള്ളാഹു ആക്ഷേപിക്കുന്നുണ്ട്. അപ്പം ഇവിടെ അയാളെ സംബന്ധിച്ച് പേരെടുത്ത് പറയാത്തതിലുള്ള യുക്തി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സംഭവം വഴി അള്ളാഹു എന്നേക്കുമായിട്ട് ഖിയാമത്ത് നാൾ വരെ സമാനമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന ആളുകൾക്കുള്ള മാർഗദർശനമാണ് ഖുർആനിലെ ഈ ആയത്തിലൂടെ നൽകുന്നത്. അപ്പോൾ ഇതേ രൂപത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യമാർ വീണ്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അതിലൂടെ കടന്നു പോകേണ്ട നിരവധി ആളുകൾ വരും. അവർക്ക് മുഴുവനായിട്ടുള്ള മാർഗദർശനമാണ്. അപ്പോൾ മറ്റൊരു സൈഡ് പോയിന്റ്, ഇപ്പോൾ ഇവിടെ ലൈംഗികമായിട്ടുള്ള ഒരു കാര്യത്തിലാണ് ആരോപിക്കുന്നത്. ഇഫ്ക് എന്നുള്ള പദം വളരെ വിശാലമാണ്. അതായത് ഇപ്പോൾ ഒരു മാന്യമായിട്ട് ജീവിക്കുന്ന വ്യക്തിക്ക് നേരെ മോഷണം ആരോപിച്ച് അയാളെ ഈ രൂപത്തിൽ അപവാദ പ്രചാരണമായിട്ട് വരുന്നതും, അതല്ലെങ്കിൽ വളരെ നല്ല രൂപത്തിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപനത്തെ ആ ബിസിനസ് ശത്രുത കാരണം ഇല്ലാത്ത അപവാദങ്ങൾ, ആരോപണങ്ങളെല്ലാം പറഞ്ഞ് ആ സ്ഥാപനം പൂട്ടിച്ച് ആ കുടുംബത്തെ മുഴുവൻ പെരുവഴിയിൽ ഇറക്കുന്ന രൂപത്തിലുള്ള പ്രവൃത്തികളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പ്രാഥമികമായിട്ട് ഈ ഒരു അർത്ഥമാണെങ്കിലും ഇപ്പൊ ഇഫ്കുമായി വന്ന ആളുകൾ, അടുത്ത പദം ഉസ്ബത്തും മിൻകും, അപ്പൊ അവര് നിങ്ങളിൽ നിന്നുള്ള ഒരു പറ്റം ആളുകളാണ്. ആ രൂപത്തിലാണ് അതിനെ പരിഭാഷപ്പെടുത്താറുള്ളത്. അപ്പൊ നിങ്ങളിലുള്ളവരെന്ന് പറയാതെ അത് അവര് നിങ്ങളിലുള്ള ഒരു ഉസ്ബയാണെന്ന് അവരെ ഉസ്ബ എന്നുള്ള പദം വഴി അവരെ അള്ളാഹു മാറ്റി നിർത്തുന്നുണ്ട്. എന്താണ് ഉസ്ബ എന്നുള്ള പദം? ഇപ്പൊ ഖുർആനികായിട്ട് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഉസ്ബ എന്നുള്ള പദത്തിനർത്ഥം ഒരു ഗ്യാങ്, അതായത് തെറ്റായിട്ടുള്ള ഉദ്ദേശം വെച്ച് വേണ്ടാത്തൊരു പ്രവൃത്തിക്ക് വേണ്ടി കൂടുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു സംഘം. ആ ഒരു നെഗറ്റീവ് അർത്ഥമാണ് ഉസ്ബ എന്നുള്ള പദത്തിനുള്ളത്. അതായത് ഇപ്പോൾ ഒരു പറ്റം ആളുകൾ, ഒരു സംഘത്തെ കുറിക്കാൻ ഖുർആൻ നിരവധി ഇതര പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നുള്ള പദം, അല്ലെങ്കിൽ ഖൗം എന്നുള്ള പദം, ജമാഅ, അതേപോലെ തന്നെ ഫരീഖ്, ത്വാഇഫ, ഇതേ രൂപത്തിലുള്ള നിരവധി പദങ്ങളുണ്ട്. അതിലൊന്നും ഉൾപ്പെടാത്തൊരു പദമാണ് ഉസ്ബ എന്നുള്ള പദം. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലങ്ങളിലാണ് ഈ ഒരു പദം അതേ രൂപത്തിൽ തന്നെ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. ആ സന്ദർഭം പറയുന്ന സമയത്ത് കൃത്യമായിട്ട് മനസ്സിലാകും. ഒന്ന് സൂറത്ത് യൂസുഫിലാണ്. സൂറത്ത് യൂസുഫിൽ 2 തവണ ഈ ഒരു പദം കടന്നു വരുന്നുണ്ട്. വനഹ്നു ഉസ്ബ, അതായത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാൻ വേണ്ടി ആ സഹോദരങ്ങൾ മുഴുവൻ അവർ
അവർ ഒരുമിച്ച് കൂടിയ സമയത്ത് വനഹ്നു ഉസ്ബ, സൂറത്ത് യൂസുഫിന്റെ 8-ാമത്തെ ആയത്തിൽ. അപ്പം അവർ ഈ രൂപത്തിലുള്ള ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചൊരു ഗ്യാങ്ങാണ്. പിന്നീട് ഖാറൂനുമായി ബന്ധപ്പെട്ട ചരിത്രത്തിനിടയിലും അതേ പദം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു മുനാഫിക്കുകളെ സംബന്ധിച്ച് നിങ്ങളിലുള്ളവർ എന്ന് പറയാതെ നിങ്ങളിലുള്ള ഒരു ഉസ്ബ എന്ന് പ്രത്യേകമായിട്ട് അവരെ മാറ്റി നിർത്തുകയാണ്. ഉസ്ബത്തും മിൻകും. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആരോപണം പടച്ചുണ്ടാക്കി അതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അള്ളാഹു പ്രത്യേകമായിട്ട് പേരെടുത്ത് പറയാത്തതുപോലെ തന്നെ അത് അനുഭവിക്കേണ്ടി വന്ന അതിന് ഇരകളായ ആളുകളെ സംബന്ധിച്ചും അള്ളാഹു പ്രത്യേകമായിട്ട് പറയുന്നില്ല. എന്തുകൊണ്ട്? അതായത് ഇപ്പോൾ സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു, ആയിഷ റളിയല്ലാഹു അൻഹ അവരെ പ്രത്യേകമായിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നേരത്തെ പറഞ്ഞ അതേ യുക്തി. കാരണം അതേ പാതയിലൂടെ ഖിയാമത്ത് നാൾ വരെ കടന്നു പോകേണ്ടി വരുന്ന ആളുകൾക്ക് അവർക്കുള്ള വലിയൊരു തണൽ വൃക്ഷമായിട്ട് ഈ ഒരു സംഭവം അല്ലെങ്കിൽ അതിലൂടെ നൽകുന്ന ആ ഒരു മാർഗദർശനം അതായിത്തീരാണ്. രണ്ടാമതായിട്ട് അപ്പം അതിന് ഇരകളായ ആളുകൾ പ്രധാനമായിട്ടും ഈ രണ്ടാളുകളാണെങ്കിലും യഥാർത്ഥത്തിൽ ആ ഒരു വേദനയിലൂടെ കടന്നു പോകേണ്ടി വന്ന ആളുകൾ അവർ മാത്രമല്ലല്ലോ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള ഒരു മാസത്തോളം അങ്ങേയറ്റം കഠിനമായിട്ട് റസൂലുള്ള അതിൻ്റെ പേരിൽ വിഷമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാപിതാക്കൾ അവരെത്രത്തോളം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ആ ഉമ്മത്ത് മുഴുവൻ, ആ ഉമ്മത്ത് എന്നല്ല വീണ്ടും വീണ്ടും ഖിയാമത്ത് നാൾ വരെ ഇതിനെ സംബന്ധിച്ച് കേൾക്കുന്ന സമയത്തെല്ലാം അവരെ സ്നേഹിക്കുന്ന ഏതൊരാളും അങ്ങേയറ്റം വിഷമിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു യഥാർത്ഥത്തിൽ അവിടെ പ്രത്യേകമായിട്ട് പറയാതിരിക്കുക വഴി അത് മൊത്തത്തിൽ അള്ളാഹു അവിടെ ഉൾക്കൊള്ളിക്കുകയും കൂടെ ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. ശേഷം ആയത്തിൽ ലാ തഹ്സബൂഹു ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് ദോഷകരാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് അതിൽ ചില ഖൈർ, ചില ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നേരത്തെ 2-ാമത്തെ എപ്പിസോഡിൽ അതെങ്ങനെയാണ് ഗുണമായി മാറുന്നത്, അതിലുള്ള ഖൈർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നില്ല. അതിനുശേഷം ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ, അവരിൽ ഓരോരുത്തർക്കും അതിൽ നിന്നും അവർ സമ്പാദിച്ചതിൻ്റെ അവരുടെ ആ പാപവിഹിതം അവർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള ഭാഷയാണ്. ഒന്നാമതായിട്ട് ലികുല്ലി അഹദിൻ മിൻഹും അല്ലെങ്കിൽ ലികുല്ലി വാഹിദിൻ മിൻഹും, ആ രൂപത്തിലൊന്നുമല്ല, മറിച്ച് ലികുല്ലി ഇംറിഇൻ മിൻഹും. മർഅ എന്നുള്ളത് നമുക്കറിയാം ആ ഒരു പ്രായപൂർത്തിയെ കുറിക്കുന്ന, അതായത് ചെറിയ കുട്ടികളൊന്നല്ല, പ്രായപൂർത്തിയായിട്ടുള്ള പുരുഷന്മാരാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത്. പ്രത്യേകമായിട്ട് അള്ളാഹു ആ ഒരു പദം വഴി അവരെ അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊരു അപവാദവും ഇതേ രൂപത്തിൽ ഏതെങ്കിലും ഒരു നീചന്റെ മനസ്സിലുദിക്കും, അതിനുശേഷം അയാൾ അത് പടച്ചുണ്ടാക്കി മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഒരിക്കലും ഷെയർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് എത്തിച്ചേരാൻ പോകുന്ന അതിൻ്റെ ഒരു വ്യാപ്തി കൃത്യമായിട്ട് ഒരാൾക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യമല്ലാത്ത രൂപത്തിലാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ നൂതന ടെക്നോളജി എല്ലാം നമ്മുടെ കയ്യിലുള്ള സമയത്ത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസ് റസൂലുള്ള പറയുന്നുണ്ട്, ഒരാൾ ഒരു കളവ് പടച്ചുണ്ടാക്കും, അത് മറ്റുള്ള ആളുകൾ ആ കളവ് ഏറ്റുപിടിക്കും. തുഹ്മലു അൻഹു ഹത്താ തബ്ലുഗൽ ആഫാഖ്, ചക്രവാളത്തിൽ എത്തുന്നത് വരെ, ചക്രവാളങ്ങളിലേക്ക് വ്യാപിക്കുന്നത് വരെ. അപ്പം ഇതെല്ലാം സമകാലിക ലോകത്ത് ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസാണ്. അതായത് തെറ്റായിട്ടുള്ള വാർത്തകൾ, ആധികാരികമായിട്ടുള്ള ഒരു പഠനം കാണിക്കുന്നത് ശരിയായിട്ടുള്ള വാർത്തകളേക്കാൾ 6 ഇരട്ടി വേഗത്തിലാണ് ഫേക്ക് ന്യൂസുകൾ സഞ്ചരിക്കുക. അതിൻ്റെ കാരണം അവർ പറയുന്നത് അതിൽ സദാസമയത്തും അതിലൊരു ഇമോഷണൽ എലമെന്റ് അല്ലെങ്കിൽ ഇമോഷണൽ കണ്ടന്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ഒരാളുടെ സന്തോഷത്തെ അല്ലെങ്കിൽ ഭയത്തെ, ദുഃഖത്തെ, ആകാംക്ഷയെല്ലാം തൊട്ടുണർത്തുന്ന രൂപത്തിലുള്ള ഒരു കണ്ടന്റ് അതിലുണ്ടാകും. ആ രൂപത്തിലായിരിക്കും അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്നത് സ്പ്രെഡ് അല്ലെങ്കിൽ വൈറലാകും. ആയിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ ഉത്ഭവസ്ഥാനം, ആരാണത് ആരംഭിച്ചത്, അതല്ലെങ്കിൽ എത്ര ആൾ ഷെയർ ചെയ്തു, ചില ആളുകൾ അത് ഷെയർ ചെയ്തിട്ടുണ്ടാവില്ല, മറ്റുള്ള ആളുകളിൽ നിന്നും വഫീക്കും സമ്മാഉന ലഹും, അവർ കേട്ടുനിന്നിട്ടുണ്ടാവും. ചില ആളുകൾ കേട്ടത് മറ്റുള്ള സദസ്സുകളിൽ പോയി അവിടെ പറഞ്ഞിട്ടുണ്ടാകും. ആ രൂപത്തിൽ പല രൂപത്തിലായിട്ട് പല ഭാഗത്തേക്കായിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. അത് എവിടെ എങ്ങനെ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ട്രേസ് ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷേ അള്ളാഹു പറയുന്നത് ലികുല്ലി ഇംറിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ, ഓരോ ആളുകളുടെയും ഷെയർ, ഒരാൾ എത്രത്തോളം അതിൽ ഭാഗവാക്കായിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള പാപം അവർക്ക് അള്ളാഹു വീതം വെച്ച് നൽകുക എന്നുള്ളതാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സിമ്പിളാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഭൂമിയിലുള്ള കോടാനുകോടി വൃക്ഷങ്ങളിൽ ഓരോ വൃക്ഷത്തിലും കൊഴിയുന്ന ഓരോ ഇലകൾ പോലും അള്ളാഹ് കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്നുള്ളതാണ്. ശേഷം ആയത്തിൻ്റെ അവസാനം വല്ലദീ തവല്ല കിബറഹു മിൻഹും ലഹു അദാബുൻ അലീം, തീർച്ചയായിട്ടും അതിന് നേതൃത്വം നൽകിയ, അതല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പങ്ക്, കിബറഹു ഏറ്റവും വലിയ പങ്കിന് അർഹനായിട്ടുള്ള ആൾ, അയാൾക്ക് കഠിനമായിട്ടുള്ള ഭയാനകരമായിട്ടുള്ള ശിക്ഷയുണ്ടെന്നുള്ള ആ താക്കീതോടുകൂടെയാണ് ആയത്ത് അവസാനിക്കുന്നത്. അപ്പോൾ ഓരോ ആളുകളും അവരെത്രത്തോളം അതിൽ ഭാഗവാക്കായിട്ടുണ്ടോ അതിന് തത്തുല്യമായിട്ടുള്ള പാപമായിരിക്കും അവർ ഏറ്റുവാങ്ങേണ്ടി വരിക. അതേസമയം അത് തുടക്കം കുറിച്ചൊരു വ്യക്തി, ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും മുനാഫിക്കുകളുടെ നേതാവായിട്ടുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യിനെ തന്നെയാണ്. അയാളെപ്പോലെ പിന്നീട് എക്കാലഘട്ടത്തും ഇതേ രൂപത്തിലുള്ള അപവാദങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾ, ആ തുടക്കട്ട വ്യക്തിക്ക്
പിന്നീട് അത് ഏറ്റുപിടിക്കുന്ന ഓരോ ആളുകളുടെയും ആ പാപത്തിന്റെ ഷെയർ അയാളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. സൂറത്തുൽ അങ്കബൂത്തിന്റെ 13-ാമത്തെ ആയത്തിൽ വല യഹ്മിലുന്ന അസ്കാലഹും വ അസ്കാലൻ മഅ അസ്കാലിഹിം, അവരുടെ പാപഭാരത്തിനോടൊപ്പം മറ്റുള്ള ആളുകളുടെ പാപഭാരവും അവരന്ന് വഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിൽ നമ്മളെ പഠിപ്പിച്ചു, മൻ സന്ന സുന്നത്തൻ സയ്യിഅത്തൻ കാന അലൈഹി വിസുറുഹ. ഒരു വേണ്ടാത്തൊരു സമ്പ്രദായം അല്ലെങ്കിൽ വേണ്ടാത്തൊരു പ്രവൃത്തി ഒരാളതിന് തുടക്കിട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ പിന്തുടരപ്പെടുന്ന ആളുകളുടെ മുഴുവൻ പാപഭാരവും അയാൾ വഹിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പം എത്ര കൃത്യമായിട്ടുള്ള നീതിയാണ്! ഓരോ ആളുകളുടെയും ആ പാപത്തിന് തത്തുല്യമായിട്ടുള്ള ശിക്ഷയാണ് അള്ളാഹു ഓരോ ആളുകൾക്ക് നൽകുന്നത്. പലപ്പോഴും ഒരാളുടെ പ്രവൃത്തി അത് തലമുറകളിലേക്ക് അതിൻ്റെ ഭവിഷ്യത്ത് നീണ്ടു നിൽക്കുന്ന രൂപത്തിലായിരിക്കും. അയാൾ അത് ചെയ്ത് മരണപ്പെട്ടു പോയിട്ടുണ്ടാകും, പക്ഷേ പിന്നീടുള്ള തലമുറകൾ അത് കാരണം അനുഭവിക്കുന്നുണ്ടാകും. അതെല്ലാം ഓരോ ആളുകളും കടന്നു പോകുന്ന അതിന് തത്തുല്യമായിട്ടുള്ള ശിക്ഷയാണ് അയാൾ പിന്നീട് അവിടെ വാങ്ങേണ്ടി വരിക എന്നുള്ളതാണ്. അപ്പോൾ സമാനമായിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ജാദിയയുടെ 7-ാമത്തെ വചനത്തിൽ വൈലുല്ലി കുല്ലി അഫാക്കിൻ അസീം, വ്യാജവാദികളായിട്ടുള്ള അല്ലെങ്കിൽ കൊടും കള്ളം പടച്ചുണ്ടാക്കുന്ന അധർമ്മകാരികൾക്ക് നാശം. ആയത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അഫാക്ക് എന്ന് വെച്ചാൽ ഒന്നിനു മീതെ മറ്റൊന്നായിട്ട് നിരന്തരം പടച്ചുകൊണ്ടിരിക്കുന്ന, ആ രൂപത്തിൽ വ്യാജവാർത്തകളും നുണകളും പടച്ചുണ്ടാക്കുന്ന ഇന്നുള്ള ചില മീഡിയകളെ പോലെ അവർക്ക് അസീം, അതായത് നിരന്തരം അവർക്ക് ആ പാപം അവർ എത്ര ഉണ്ടാക്കുന്നുണ്ടോ അതിനനുസരിച്ച് ആ പാപം ഇങ്ങനെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അവർ ഉറങ്ങുന്ന സമയത്ത് പോലും അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുറ്റത്തിന് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ പാപത്തിന് തത്തുല്യമായിട്ടുള്ള ശിക്ഷയാണ് അള്ളാഹു നൽകുന്നത്. ഇപ്പോൾ ഇവിടെ ആയത്തിൽ പ്രാഥമികമായിട്ട് അള്ളാഹു റെഫർ ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ലഅനഹുല്ലാഹ് അയാളെയാണെങ്കിലും ആ പാത പിൻപറ്റുന്ന ഖിയാമത്ത് നാൾ വരെ ആ പാത പിൻപറ്റുന്ന ഏതൊരാൾക്കും ഇത് ബാധകമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അതേപോലെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, മുസ്ലിങ്ങളിൽ ദൗർഭാഗ്യവശാൽ മുസ്ലിങ്ങളിൽപ്പെട്ട 3 ആളുകൾ അബദ്ധത്തിൽ അതിൽ വീണുപോയിരുന്നു. ഞാൻ നേരത്തെ വിശദീകരണത്തിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ചിന്തിച്ചു നോക്കുക, അവരുടെ പ്രൊഫൈൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവർ ചില്ലറക്കാരല്ല. ചില ആളുകൾ ബദരിയാണ്, ബദറിൽ പങ്കെടുത്ത മുഹാജിറുകളിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവർക്ക് പോലും ഈ ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാവ് സൂക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർ അതിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നാവുമായി ബന്ധപ്പെട്ട നിരവധി ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ താക്കീത് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു ഹദീസ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, റസൂലുള്ളാഹി പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അവനുമായിട്ട് ബന്ധപ്പെടാത്തൊരു വിഷയത്തിൽ അവന് തലയിടാൻ പോകില്ല എന്നുള്ളതാണ്. അത് മുസ്ലിമിൻ്റെ ക്വാളിറ്റി ആയിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പം അതുമായിട്ട് ചേർത്ത് വായിക്കേണ്ട ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു സംഭവത്തിനിടയിൽ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് അള്ളാഹു നൽകുന്ന അതിമനോഹരമായിട്ടുള്ളൊരു വിശേഷണം സൂറത്ത് നൂറിൻ്റെ 23-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത്, അത്തരം കാര്യങ്ങളിൽ അശ്രദ്ധയായി ജീവിക്കുന്നവർ. ഇപ്പോൾ ഗഫ്ലത്ത്, അശ്രദ്ധ അല്ലെങ്കിൽ അവഗണന എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം അള്ളാഹു വിമർശിച്ചൊരു കാര്യമാണ്. അതേസമയം ഈ ഒരു കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ്, അത് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടാണ് അള്ളാഹു എടുത്തു പറയുന്നത്. കാരണം ഇത്തരം അപവാദങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് പ്രചരിക്കുന്ന ആ ഗോസിപ്പുകളെ സംബന്ധിച്ചെല്ലാം അശ്രദ്ധരാകുന്നത്, ഗഫ്ലത്താകുന്നത് ഏറ്റവും വലിയ ഖൈറാണെന്നുള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മളെല്ലാം നേരെ തിരിച്ചാണ്. അള്ളാഹുവും റസൂലും നൽകുന്ന കൽപ്പനകളെ സംബന്ധിച്ച് ഗഫ്ലത്തിലും അതേസമയം സമൂഹത്തിലുള്ള അപവാദങ്ങളെ സംബന്ധിച്ചും ഗോസിപ്പുകളെ സംബന്ധിച്ചെല്ലാം ആഴത്തിലുള്ള അറിവും ആ രൂപത്തിലാണ്. അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്തു വരുമാറാട്ടെ, അല്ലാഹു ആമീൻ. അങ്ങനെ ദൗർഭാഗ്യവശാൽ അതിലകപ്പെട്ടു പോയ മുസ്ലിങ്ങളിലുള്ള 3 ആളുകൾ, അവർക്ക് ആ ഖുർആന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദ്, ആ ശിക്ഷ നടപ്പിലാക്കി. അതേസമയം അതിന് നേതൃത്വം നൽകി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിനെ ഒഴിവാക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് തഅഖീറൻ ലി ജസാഇഹി ഇലാ യൗമിൽ ഖിയാമ, ആ മുഴുവൻ ശിക്ഷയും ഇരട്ടിയായിട്ട് ഖിയാമത്ത് നാളിലേക്ക് അയാളുടേത് മാറ്റിവെക്കുകയാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. അതിനുശേഷവും അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് വീണ്ടും ജീവിക്കുന്നുണ്ട്. പക്ഷേ അയാൾ മരണം വരെ ഇതേ വഴിയിൽ തന്നെ തുടരുമെന്ന് കൃത്യമായിട്ട് മുൻകൂട്ടി അറിയാവുന്ന ഒരു സ്രോതസ്സിൽ നിന്നാണ് ആ വഹി എന്ന് വളരെ കൃത്യമായിട്ട് ഈ ആയത്തുകളെല്ലാം കാണിച്ചു തരുന്നുണ്ട്. കാരണം എങ്ങാനും അയാൾ മുസ്ലിം ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ മുസ്ലിമായി അഭിനയിക്കുക വരെ ചെയ്താൽ ഈ ആയത്തെല്ലാം തെറ്റാണെന്ന് വരും, നഊദു ബില്ലാഹ്. അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് അയാൾ മരണം വരെ ഇതേ നിലയിൽ ഈ നിഷേധവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അറിയുന്ന ഒരു സ്രോതസ്സിൽ നിന്നാണ് വഹി എന്നെല്ലാം ഇതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ശേഷം അടുത്ത 12-ാമത്തെ ആയത്ത് ലൗലാ ഇത് സമിഅ്തുമൂഹു ളന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബി അൻഫുസിഹിം ഖൈറ, നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് കേട്ട സമയത്ത് വിശ്വാസികളായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ അവർ സ്വന്തം ആളുകളെ പറ്റി അല്ലെങ്കിൽ സ്വന്തത്തെ പറ്റി അവർ നല്ലത് ചിന്തിക്കണമായിരുന്നു. നല്ലത് ചിന്തിച്ചാൽ മാത്രം പോരാ, അവർ പറയുക കൂടെ ചെയ്യണമായിരുന്നു. വഖാലു ഹാദാ ഇഫ്കും മുബീൻ,
ഇത് വ്യക്തമായിട്ടുള്ളൊരു അപവാദമാണ് അല്ലെങ്കിൽ ഒരു കള്ളാണെന്ന് അവർ പ്രഖ്യാപിക്കുക കൂടെ ചെയ്യണമായിരുന്നു. അതാണ് ഈ ഒരു ആയത്തിൽ അള്ളാഹു പറയുന്നത്. വളരെ റിച്ച് തഫ്സീറാണ്, ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആ സംഭവം വിശദീകരിച്ച സമയത്ത് ഓർക്കുന്നുണ്ടാകും, അതിൽ ആ ഇഫ്കിനോട് ഏറ്റവും നല്ല പ്രതികരണം നടത്തിയത് ഖാലിദ് ബിൻ സെയ്ദ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തോട് ഭാര്യ ആ സംഭവം പറഞ്ഞ സമയത്ത് ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, നീ ആ രൂപത്തിൽ ചെയ്യോ? അപ്പോൾ ഭാര്യ പറഞ്ഞു, ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ വല്ലാഹി ആയിഷത്തു ഖൈറും മിൻകി ഹാദാ ഇഫ്കും മുബീൻ, അങ്ങനെയാണെങ്കിൽ നിന്നേക്കാൾ എത്രയോ ബെറ്ററാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അവർ ആ രൂപത്തിൽ ചിന്തിക്കുക പോലും ഇല്ല. ആ രൂപത്തിലായിരുന്നു അവർ പ്രതികരിച്ചത്. അപ്പോൾ ആ ഇഫ്ക് സംഭവത്തോട് ആ സമൂഹത്തിലുണ്ടായ പ്രതികരണങ്ങളെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ആ സമൂഹത്തിൽ ഉയർന്നത്. ഒന്നാമത്തെ ഒരു കാറ്റഗറി, ഒന്നാമത്തെ ക്യാമ്പ്, ആ അപവാദം പടച്ചുണ്ടാക്കിയത് പ്രചരിപ്പിക്കാൻ മുന്നിൽ നിന്ന ഒരു വിഭാഗമാണ്. അത് മുനാഫിക്കുകളായിട്ട് ബന്ധപ്പെട്ട, അതാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ ഒരു കാറ്റഗറി, ആ സമൂഹത്തിലുണ്ടായിരുന്ന വലിയൊരു വിഭാഗം മുസ്ലിങ്ങൾ. അവരുടെ ആ നാവും ചെവിയെല്ലാം അവർ സംരക്ഷിച്ചു. അവരതിൽ വിശ്വസിക്കാനോ അവിശ്വസിക്കാനോ ഒന്നും പോയില്ല, അതിനെ എതിർക്കാനും പോയില്ല. അതിനെ സംബന്ധിച്ച് ഒരക്ഷരം അവർ മിണ്ടിയില്ല. ഈ രൂപത്തിലായിരുന്നു ഭൂരിപക്ഷ ആളുകളും. അതാണ് രണ്ടാമത്തെ കാറ്റഗറി. അതേസമയം മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ്, അത് നല്ല മുസ്ലിങ്ങൾ തന്നെ, പക്ഷേ ദൗർഭാഗ്യവശാൽ അവരത് കേട്ടു, മറ്റുള്ള ആളുകളിലേക്ക് അവർ ബോധപൂർവം ഷെയർ ചെയ്യുകയും ചെയ്തു. അതാണ് മൂന്നാമത്തെ കാറ്റഗറി. ഇനി അവസാനം 4ാമതായിട്ട് കടന്നു വരുന്നൊരു വിഭാഗം, മുസ്ലിങ്ങളിൽപ്പെട്ട ആ വിഭാഗത്തിൻ്റെ പ്രതികരണം, അവർ കേട്ട ഉടനെ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, ശക്തമായിട്ട് അതിനെ എതിർത്ത് സംസാരിക്കുകയും ചെയ്തു. അതാണ് 4ാമത്തെ ഗ്രൂപ്പ്. ഈ 4ൽ അള്ളാഹു ഏറ്റവും കൂടുതൽ വിമർശിച്ചതും ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഷയിൽ അള്ളാഹു തിരുത്തിയതെല്ലാം ആദ്യത്തെ ഗ്രൂപ്പ് മുനാഫിക്കുകളായിരുന്നില്ല, മറിച്ച് അതിൽ 3ാമത്തെ ഗ്രൂപ്പായിരുന്നു. അതായത് അത് കേൾക്കാൻ പോയി ബോധപൂർവം അത് ഷെയർ ചെയ്ത ആ ഒരു വിഭാഗം, അവരെയാണ് അള്ളാഹു ശക്തമായിട്ടുള്ള ഭാഷയിൽ തിരുത്തിയത്. അവരത് നിസ്സാരമായിട്ട് ചെയ്തു. 15ാമത്തെ ആയത്തിൽ തഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം, നിങ്ങളത് നിസ്സാരമായിട്ട് കാണുന്നു, പക്ഷേ അള്ളാഹിൻ്റെ അടുത്ത് അത് ഗുരുതരമായിട്ടുള്ള പാപാണെന്നും ലിക്കുല്ലിംറിഇം മിൻഹും മക്തസബ മിനൽ ഇസ്മ, നേരത്തെ പറഞ്ഞ ആയത്ത് ആ രൂപത്തിലെല്ലാം അള്ളാഹു സംസാരിക്കുന്നുണ്ട്. ഇവിടെ ചിന്തിക്കേണ്ടതായിട്ട്, ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഈ അള്ളാഹു ഏറ്റവും കൂടുതൽ വിമർശിച്ച ആ ഒരു വിഭാഗത്തിൻ്റെ ആ പ്രതികരണം, അതാണ് പലപ്പോഴും ഇന്നല്ല നമ്മുടെ എല്ലാം ഡീഫോൾട്ട് റെസ്പോൺസ് ആ രൂപത്തിലാണ്. പലതും നമ്മൾ കേൾക്കും, വായ കൊണ്ടെങ്കിലും നമ്മളത് ഷെയർ ചെയ്യും. അള്ളാഹു ഏറ്റവും കോപിച്ച ആ ഒരു വിഭാഗം, ആ ഒരു പ്രവൃത്തിയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളോട് നമ്മൾ എടുക്കുന്ന സമീപനം. അതേസമയം അള്ളാഹു അതിൽ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കുന്നത് ആ 4ാമത്തെ ഗ്രൂപ്പ്, അതായത് കേട്ട ഉടനെ വിശ്വസിക്കാതെ ശക്തമായിട്ട് എതിർത്ത് സംസാരിച്ച ആളുകൾ. 16ാമത്തെ ആയത്തിൽ മാ യകൂനു ലനാ അൻ ലതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം, കേട്ട ഉടനെ അവർ പറഞ്ഞു, ഇതിനെപ്പറ്റി നമ്മൾ മിണ്ടരുത്, അള്ളാഹു എത്ര പരിശുദ്ധൻ, ഇത് ഭീകരമായിട്ടുള്ള ഒരു അപരാധമാണെന്ന് അവർ തുറന്ന് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ആ രൂപത്തിലായിരുന്നു അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രഖ്യാപനം. അപ്പം അള്ളാഹു ഇത് വെച്ച് അതായത് ഇത്തരം വിഷയങ്ങളോട് ഒരു മുസ്ലിമിൻ്റെ ഡീഫോൾട്ട് പ്രതികരണം ഇതായിരിക്കണമെന്ന് അള്ളാഹു ആ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നീട് ആ ആയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, അള്ളാഹു അത് പറഞ്ഞ സമയത്ത് വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബി അൻഫുസിഹിം ഖൈറ, നിങ്ങളത് കേട്ട സമയത്ത് നിങ്ങൾ അവരെക്കുറിച്ച് നല്ലത് ചിന്തിക്കണമായിരുന്നു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ നിങ്ങളെപ്പറ്റി നല്ലത് ചിന്തിക്കണമായിരുന്നു. ആ രൂപത്തിലാണ് അള്ളാഹു സംസാരിക്കുന്നത്. ആ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് അത് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഇതേ രൂപത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്ന സമയത്തെല്ലാം, ഇപ്പോൾ സൂറത്തുൽ ഹുജറാത്തിൽ വലാ തൽമിസു അൻഫുസക്കും, നിങ്ങൾ പരസ്പരം കുത്തുവാക്ക് പറയരുത് എന്നല്ല, മറിച്ച് നിങ്ങളെപ്പറ്റി എന്നുള്ളത് ആ രൂപത്തിലാണ്. അത് വീണ്ടും മുസ്ലിങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട 2 ഗ്രൂപ്പുകൾ, ഇൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലു, 9ാമത്തെ ആയത്തിൽ അതേ സൂറത്തിൽ നിങ്ങൾ പരസ്പരം എന്നല്ല, നിങ്ങൾ സ്വയം പോരടിച്ചാൽ, ആ രൂപത്തിലാണ്. ഇത് ഈ സൂറത്തിൽ തന്നെ സൂറത്ത് നൂറിൻ്റെ 61ാമത്തെ ആയത്തിൽ സല്ലിമു അലാ അൻഫുസിക്കും, അള്ളാഹു നിങ്ങൾ മറ്റുള്ള ആളുകളോട് സലാം പറയുക എന്നുള്ളത് നിങ്ങൾ സ്വയം എന്നുള്ള ആ രൂപത്തിലാണ് അള്ളാഹു സംസാരിക്കുന്നത്. കാരണം വളരെ ആഴത്തിലുള്ള പരാമർശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വിശ്വാസികൾ ഒരു ശരീരം പോലെയാണ്. ആ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തിന് ഒരു അസുഖം വന്നാൽ മറ്റുള്ള അവയവങ്ങൾ ഉറക്കൊഴിയുന്നത് പോലെ, അതല്ലെങ്കിൽ റസൂലുള്ള മറ്റൊരു ഹദീസിൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബു ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സി, താൻ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും വിശ്വാസികളാവില്ല. യഥാർത്ഥത്തിലുള്ള വിശ്വാസം അയാളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മറ്റുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അത് സ്വന്തം പ്രശ്നമായി കാണാൻ, അതല്ലെങ്കിൽ മറ്റൊരാളെ സംബന്ധിച്ച് വേണ്ടാത്തത് പറയുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് ഏത് രൂപത്തിൽ ഇഷ്ടപ്പെടുന്നില്ലയോ അതേ രൂപത്തിൽ അവനെക്കുറിച്ച് ചിന്തിക്കാൻ. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി പറഞ്ഞു, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാണ്. അപ്പോൾ കണ്ണാടിയിൽ ഒരാൾ നോക്കുന്ന സമയത്ത് അയാളുടെ തന്നെ പ്രതിബിംബാവും കാണുക, ആ രൂപത്തിലാണ്.
അതന്നെയാണ് നേരത്തെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രതികരണത്തിൽ നമ്മൾ കണ്ടത്. അപ്പൊ അവിടെ റസൂലുള്ളാഹി ഹദീസിലും പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലെല്ലാം നമുക്ക് നൽകുന്ന വലിയ അധ്യാപനം, ആ സ്വന്തം എന്നുള്ളത്, ആ സെൽഫ് എന്നുള്ളത് മാറ്റി മറ്റുള്ള ആളുകളെ കൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കാനുള്ള വിശാലമായിട്ടുള്ള ആ മനസ്സിന്റെ ഉടമകളായിരിക്കണം വിശ്വാസികൾ എന്നുള്ളതാണ്. പക്ഷെ സമകാലിക ലോകത്ത് നേർവിരുദ്ധമായിട്ടുള്ളൊരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം സെൽഫാണ്, സെൽഫിയാണ്. സെൽഫ് റെസ്പെക്റ്റിനെ സംബന്ധിച്ച്, സെൽഫ് റിലയൻസിനെ സംബന്ധിച്ചും സെൽഫ് ഡിഗ്നിറ്റിയെ സംബന്ധിച്ചെല്ലാം അവർ വാദോരം സംസാരിക്കാറുണ്ട്. എല്ലാം സെൽഫാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലല്ല, മറിച്ച് നമ്മൾ ഉമ്മത്ത് എന്നുള്ള നിലക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലും സൂറത്തുൽ അംബിയാഇന്റെ 92-ാമത്തെ ആയത്തിൽ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ വ അന റബ്ബുക്കും ഫഅ്ബുദൂൻ, നിങ്ങൾ ഒരു സമുദായമാണ്, നിങ്ങളുടെ രക്ഷിതാവായിട്ടുള്ള ഏകനായിട്ടുള്ള അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷിതാവ്. ആ രൂപത്തിലാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടത്. അപ്പോൾ സൂറത്തുൽ ഹശ്റിലും മനോഹരമായിട്ട് വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വന്തത്തേക്കാൾ മറ്റുള്ള ആളുകൾക്ക് പ്രിഫറൻസ് നൽകുന്ന ആളുകളാണ്. അതല്ലെങ്കിൽ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, സ്വന്തം നഫ്സിനെ ആ പിശുക്കിൽ നിന്നും സംരക്ഷിച്ച ആളുകൾ. നഫ്സിന്റെ പിശുക്ക് എന്നുള്ളത് എല്ലാം സ്വന്തത്തിലേക്ക് മാത്രം ചേർത്ത് വെക്കലാണ്. അതേസമയം മറ്റുള്ള ആളുകളെ ഉൾക്കൊള്ളാനുള്ള ആ ഹൃദയ വിശാലത, അതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അപവാദ വിഷയത്തിന്റെ ചർച്ചക്കിടയിലാണ് അള്ളാഹു മറ്റൊരാളെ ചേർത്ത് വെച്ച് ചിന്തിക്കാനെല്ലാം പറയുന്നത്. ശ്രദ്ധയാണ്. കാരണം പലപ്പോഴും ആളുകൾ കൂടുന്ന ആ സദസ്സിൽ മറ്റൊരാളുടെ അഭാവത്തിൽ അയാളെ സംബന്ധിച്ച് പറയാൻ 100 നാവാണ്. അതേസമയം അത് നമ്മളെ സംബന്ധിച്ചാകുന്ന സമയത്ത് നമ്മളൊരാളും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഗീബത്തിനെ സംബന്ധിച്ചൊരു കോട്ടിൽ പറയുന്നുണ്ട്, അത് ഏതൊരാളും എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് അയാളെക്കുറിച്ചാകുന്ന സമയത്ത് മാത്രമാണ് അയാൾക്ക് പ്രശ്നമെന്നുള്ളതാണ്. ഓർക്കുന്നത് ഒരു പണ്ഡിതൻ പങ്കുവെച്ചൊരു അനുഭവം. അദ്ദേഹം ഒരിക്കൽ ഒരു സദസ്സിൽ ഈ പരദൂഷണത്തെ സംബന്ധിച്ച്, ഗീബത്തിനും നമീമത്തിനെ സംബന്ധിച്ചാൽ അതിൻ്റെ ഗൗരവം, ഭയാനകരായിട്ടുള്ള ശിക്ഷയെല്ലാം ഉപദേശിച്ച് പോയതിന് ശേഷം അയാൾക്കൊരു മെസ്സേജ് ലഭിച്ചു. ഒരു അറിയുന്ന ഒരാളിൽ നിന്നൊരു മെസ്സേജ്. എന്താണെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളെല്ലാം ഒഴിവാക്കിയാൽ പിന്നീട് നമ്മൾ കൂടുന്ന സമയത്ത് എന്ത് രസമാണുള്ളത്. ആകെ ആളുകൾ കൂടുന്ന സമയത്ത് ആകെയുള്ള രസം മറ്റൊരാളെ സംബന്ധിച്ച് ഈ രൂപത്തിൽ സംസാരിക്കൽ മാത്രമാണ്. അപ്പോൾ ഉടനെ തന്നെ ആ പണ്ഡിതൻ അയാൾക്ക് മറുപടി നൽകിയത്, ഓക്കെ, നിങ്ങളുടെ പ്രതികരണത്തിന് നന്ദി. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ, അടുത്ത ആഴ്ച ഇന്ന സ്ഥലത്ത് നമ്മളെല്ലാം ഒരുമിക്കുന്നുണ്ട്, അവിടുത്തെ വിഷയം നിങ്ങളാണ്, നിങ്ങളെക്കുറിച്ചാണ് അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പക്ഷേ ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് വരരുത്, നിങ്ങൾക്ക് മാത്രം ക്ഷണമില്ല. ആ രൂപത്തിൽ തിരിച്ചെഴുതിയതോടുകൂടെ അയാൾക്ക് ആ തെറ്റ് ബോധ്യപ്പെട്ട് അയാൾ ക്ഷമ ചോദിച്ചു എന്നുള്ളതാണ്. അതായത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് പറയാൻ 100 നാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും സമാനമായിട്ട് വ്യഭിചരിക്കണം എന്ന് പറഞ്ഞു വന്ന വ്യക്തിയോട് റസൂലുള്ള അയാളെ സ്വയത്തിലേക്ക് ചേർത്ത് വെച്ച് ചിന്തിപ്പിക്കുന്നുണ്ട്. അതേപോലെ ആയത്തിൽ ബി അൻഫുസിഹിം ഖൈറ, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെക്കുറിച്ച് നല്ലത് ചിന്തിക്കണം. ആ രൂപത്തിലാണ് അതിന് ഏറ്റവും നല്ല മാതൃക. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ ഈ മുടിനീള സംഭവം വിവരിക്കുന്നതിനിടയിൽ സുദീർഘമായിട്ടുള്ള ഹദീസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ഓരോ ആളുകളും അവർക്ക് വന്ന വീഴ്ചകൾ പറയുന്ന സമയത്ത് അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട എക്സ്ക്യൂസുകൾ നൽകി. ആ രൂപത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ ആ ഉദ്ധരണിയിൽ ഉടനീളം സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ തുടക്കത്തിൽ ഓർക്കുന്നുണ്ടാകും, ആയിഷ റളിയല്ലാഹു അൻഹ യാത്രാവാഹനത്തിൽ നിന്ന് പുറത്തുപോയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവർ യാത്ര പുനരാരംഭിച്ച സമയത്ത് ആ ഹൗദജ്, ആ യാത്രാവാഹനം എടുത്ത് അവർ നടക്കുന്നുണ്ട്. ഉടനെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ പറയുന്നുണ്ട്, അവർ ഞാനില്ലാത്തത് ശ്രദ്ധിച്ചു കാണില്ല, കാരണം ഞാൻ നന്നേ മെലിഞ്ഞ ശരീരമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാരവ്യത്യാസം അവരറിഞ്ഞിരുന്നില്ല. ആ രൂപത്തിൽ അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് അവരുടെ ബന്ധുവായിരുന്ന മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ അപവാദത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെന്നുള്ള ആ വാർത്ത മാതാവ് പങ്കുവെച്ച സമയത്ത് തഈസ മിസ്തഹ്, അത് കേട്ട ഉടനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രതികരണം, നിങ്ങൾ എങ്ങനെയാണ് ആ രൂപത്തിൽ പറയുക, അദ്ദേഹം ബദറിൽ പങ്കെടുത്തൊരു വ്യക്തിയല്ലേ. ആ രൂപത്തിൽ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അപവാദ സംഭവം ചർച്ച ചെയ്യാൻ വേണ്ടി അവരെ മുഴുവൻ ആ പള്ളിയിലേക്ക് വിളിച്ചു ചേർത്ത സമയത്ത് ദൗർഭാഗ്യവശാൽ അവിടെ മുഹാജിറുകൾക്കും അൻസാറുകൾക്കിടയിൽ വാക്ക് തർക്കം ഉയരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ പറയവേ ആയിഷ റളിയല്ലാഹു അൻഹ സൂചിപ്പിക്കുന്നുണ്ട്, സഅദ് ബിൻ ഉബാദ അദ്ദേഹം നല്ല മനുഷ്യനാണ്. ആ സമയത്ത് ദേഷ്യംകാരൻ ആ രൂപത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ. എന്തിനേറെ ഈ ഒരു സംഭവത്തിൽ, അപവാദ സംഭവത്തിൽ ഭാഗവാക്കായിരുന്ന ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സംബന്ധിച്ച് പോലും ആയിഷ റളിയല്ലാഹു അൻഹ പിൻകാലഘട്ടത്ത് അദ്ദേഹത്തെ ആളുകൾ പഴിച്ച സമയത്ത് ലാ തസുബ്ബു ഹസ്സാൻ ബിൻ സാബിത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്, കാരണം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡിഫെൻഡ് ചെയ്ത വ്യക്തിയാണെന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ പ്രതിരോധിക്കുന്നതായിട്ടെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഈ രൂപത്തിലാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾ മറ്റുള്ള ആളുകൾ അവരെ ഡിഫെൻഡ് ചെയ്ത് എക്സ്ക്യൂസ് എല്ലാം നൽകി അവരെ സംബന്ധിച്ച് മാക്സിമം നല്ലത് ചിന്തിക്കുക എന്നുള്ളതാണ്. സച്ചരിതരായിട്ടുള്ള മുൻഗാമികൾ അവർ നൽകുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവന, അൽ മുഅ്മിനൂന അസ്സാറൂൻ വൽ മുനാഫിഖൂന അസ്സാറൂൻ, അതായത് മുഅ്മിനീകളായിട്ടുള്ള ആളുകൾ
സദാസമയത്തും അവർ ഉദ്ർ അല്ലെങ്കിൽ എക്സ്ക്യൂസ് നൽകുന്ന ആളുകളായിരിക്കും. അതിന് നേർ വിരുദ്ധമായിട്ടായിരിക്കും മുനാഫിക്കുകൾ. അവർ അസാറൂൻ, അതായത് അവർ മാക്സിമം മറ്റൊരാളെ പഴിചാരാൻ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ വേണ്ടിയായിരിക്കും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ശേഷം ആയത്തിൻ്റെ അവസാനം വഖാലു ഹാദാ ഇഫ്കും മുബീൻ, അത് കേട്ട ഉടനെ നല്ലത് ചിന്തിക്കുക മാത്രമല്ല, അതിനെ കൂടെ അവർ ഇത് വ്യക്തമായിട്ടുള്ളൊരു നുണയാണ് അല്ലെങ്കിൽ അപവാദമാണെന്ന് അവർ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ആ രൂപത്തിൽ അവർ പറയുക കൂടെ ചെയ്യണമായിരുന്നു. ആ രൂപത്തിലാണ് അള്ളാഹു ഉപദേശിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ളൊരു വിഷയം കേൾക്കുന്ന സമയത്ത് ഞാനൊന്ന് അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ അതിനെ സംബന്ധിച്ച് പഠിക്കട്ടെ, ആ രൂപത്തിലൊന്നല്ല, മറിച്ച് കേട്ട ഉടനെ ഡീഫോൾട്ട് റെസ്പോൺസ് മുഅ്മിനീങ്ങൾ ഇത് ഏറ്റവും വലിയൊരു അപരാധമാണ്, ഇതിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല അല്ലെങ്കിൽ മിണ്ടാൻ പാടില്ല, ആ രൂപത്തിലായിരിക്കണം വിശ്വാസികൾ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു സംഭവം വെച്ച് അള്ളാഹു അവിടെ ഉപദേശിക്കുകയാണ്. അതാണ് 12-ാമത്തെ ആയത്ത്. ശേഷം അടുത്ത 13-ാമത്തെ ആയത്തിൽ ലൗലാ ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ, ഈ രൂപത്തിലൊരു ആരോപണം അപവാദം ഉന്നയിച്ച സമയത്ത് ആ ഉന്നയിച്ച ആളുകൾ എന്തുകൊണ്ട് 4 സാക്ഷികളെ കൊണ്ടുവന്നില്ല? അപ്പോൾ ആ ഒരു അധ്യാപനം നേരത്തെ അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവരാത്തത് കാരണം നിങ്ങൾ മറ്റാര് അംഗീകരിച്ചാലും മറ്റാര് വിശ്വസിച്ചാലും ഫഉലൈക ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ, അള്ളാഹിൻ്റെ അടുത്ത് നിങ്ങൾ കള്ളം പറയുന്ന ആളുകളാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഉഹുദിൻ്റെ അനന്തരം അള്ളാഹു നൽകിയിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തുൻ നിസാ, ആ സൂറത്തുൻ നിസായിൽ നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 15-ാമത്തെ ആയത്തിൽ വല്ലാത്തി യഅ്തീനൽ ഫാഹിഷത മിൻ നിസാഇക്കും ഫസ്തശ്ഹിദു അലൈഹിന്ന അർബഅതൻ മിൻകും, അള്ളാഹു അവിടെ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അതിന് 4 സാക്ഷികളെ ഹാജരാക്കണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു അധ്യാപനം അവിടെ നിലവിലുണ്ടായിരിക്കെ അതെല്ലാം മറന്ന് ഈ രൂപത്തിൽ നിസ്സാരമായിട്ട് മറ്റൊരാൾക്കെതിരെ നിങ്ങൾ ആരോപണം ഉന്നയിക്കുകയാണോ? അതാണ് അള്ളാഹു ആ ഒരു ആയത്തിൽ ചോദിക്കുന്നത്. ശേഷം 14-ാമത്തെ ആയത്തിൽ അള്ളാഹു നൽകുന്ന വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു താക്കീത് ഈ ചർച്ചക്കിടയിൽ അത് ആവർത്തിച്ചു വരുന്നുണ്ട്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ഫിദ്ദുനിയ വൽ ആഖിറ, അള്ളാഹിൻ്റെ അനുഗ്രഹവും കാരുണ്യമെല്ലാം നിങ്ങളുടെ മീതെ ഇല്ലായിരുന്നെങ്കിൽ ഈ രൂപത്തിലൊരു സംസാരത്തിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ ഭയാനകരമായിട്ടുള്ള ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ മീതെ വന്നു ഭവിക്കുമായിരുന്നു. അത് ഭവിക്കാതിരിക്കുന്നത് അള്ളാഹിൻ്റെ ആ ഒരു അനുഗ്രഹവും കാരുണ്യവും ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈ ഒരു ആയത്ത് അള്ളാഹു നൽകുന്ന ഈ ഒരു താക്കീത് 4 തവണ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട ആ ചർച്ചക്കിടയിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. 10-ാമത്തെ ആയത്ത്, അതേപോലെ തന്നെ 14-ാമത്തെ ആയത്ത്, 20, 21 ഈ ആയത്തുകളിലെല്ലാം ഇതേ താക്കീത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ശേഷം 15-ാമത്തെ ആയത്തിൽ ഇത് തലഖൗനഹു ബി അൽസിനത്തിക്കും വതഖൂലൂന ബി അഫ്വാഹിക്കും മാ ലൈസ ലക്കും ബിഹി ഇൽം. സുബ്ഹാനല്ലാഹ്, ആ ഒരു വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് വീണ്ടും അള്ളാഹു വിശദമായിട്ട് സംസാരിക്കുകയാണ്. ഇത് തലഖൗനഹു ബി അൽസിനത്തിക്കും, നിങ്ങളുടെ നാവ് അതിലേക്ക് എടുത്തിട്ട സമയം, ലിഖാ എന്ന് വെച്ചാൽ നമുക്കറിയാം കണ്ടുമുട്ടുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നാവ് അതിലേക്ക് തട്ടിക്കുക അല്ലെങ്കിൽ അതിലേക്ക് എടുത്തിടുക. അപ്പോൾ വളരെ ചൂടുള്ളൊരു സാധനത്തിലേക്ക് ആ നാവ് വെക്കുന്നത് പോലെ അതിൻ്റെ ഭവിഷ്യത്തുകൾ ചിന്തിക്കാതെ നിസ്സാരമായിട്ട് വതഖൂലൂന ബി അഫ്വാഹിക്കും, നിങ്ങളുടെ വായ കൊണ്ട് പറയുകയും ചെയ്യുക. യഥാർത്ഥത്തിൽ വായ കൊണ്ട് പറയാമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നാവ് ഉൾപ്പെട്ടു. പക്ഷേ പ്രത്യേകമായിട്ട് ആ നാവിനെ എടുത്തു പറയുക വഴി അതിൻ്റെ ആ ഒരു പരിണിത ഫലങ്ങൾ ഓർക്കാതെ നിസ്സാരമായിട്ട് ആ നാവ് അതിലേക്ക് വലിച്ചിടുന്ന ആ ഒരു പ്രവണതയാണ് അള്ളാഹു അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം, നിങ്ങൾ അതിനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ട് സംസാരിച്ചു പോവാണ്. തഹ്സബൂനഹു ഹയ്യിനൻ, ഹയ്യിനൻ എന്നുള്ള പദം ഇപ്പോൾ സൂറത്ത് മറിയമിൻ്റെ 21-ാമത്തെ ആയത്തിൽ ഒരു പുരുഷൻ്റെ സമ്പർക്കമില്ലാതെ ഗർഭിണിയാകുമെന്നുള്ള ആ ഒരു വാർത്ത അറിഞ്ഞ സമയത്ത് അതെങ്ങനെ സാധ്യമാകുമെന്ന് മറിയം സലാമുൻ അലൈഹ അവർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി ആ ഒരു പദം അവിടെ കാണാൻ സാധിക്കും. ഖാല കദാലിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യനുൻ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമാണ്. അപ്പം അത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് സംസാരിച്ചു പോകുന്നു, അതേസമയം അള്ളാഹിൻ്റെ അടുത്ത് അത് അങ്ങേയറ്റം ഗുരുതരമാണെന്ന് അള്ളാഹു അവിടെ ഉണർത്തുകയാണ്. അപ്പം അത്തരത്തിലൊന്ന് കേൾക്കുന്ന സമയത്ത് ഏതു രൂപത്തിലായിരുന്നു നിങ്ങൾ പ്രതികരിക്കേണ്ടിയിരുന്നത്? അതാണ് അടുത്ത 16-ാമത്തെ ആയത്തിൽ ലൗലാ ഇത് സമിഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അലീം. അപ്പം അത് കേട്ട ഉടനെ നിങ്ങൾ പറയേണ്ടിയിരുന്നത് ഇതിനെ സംബന്ധിച്ച് നമ്മൾ മിണ്ടാൻ പാടില്ല, ഇത് നമുക്ക് സംസാരിക്കാൻ പാടില്ല, സുബ്ഹാനക്, ഓ അള്ളാഹ് നീ എത്ര പരിശുദ്ധൻ. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള, അപ്പോൾ അള്ളാഹിൻ്റെ ഏകത്വത്തിനെതിരെ ശിർക്കെല്ലാം ഉന്നയിക്കുന്ന സമയത്താണ് ആ ഒരു പദം വഖാല അത്തഖദല്ലാഹു വലദ സുബ്ഹാനഹു, ആ രൂപത്തിൽ അള്ളാഹു പല സ്ഥലത്തും ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പം അങ്ങേയറ്റം ഗൗരവമായിട്ടുള്ള ഈ ഒരു കാര്യം അതിനെ സംബന്ധിച്ച് മിണ്ടരുത് എന്നുള്ളത്. അപ്പോൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള അപവാദങ്ങൾ, ഗോസിപ്പുകൾ അതിനെ വധിക്കാൻ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പണി അതിനെ സംബന്ധിച്ച് മിണ്ടാതിരിക്കലാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട് ഉമീത്തുൽ ബാത്തുല ബി അദമി ദിക്രിഹി, അതായത് ഒരു ഗോസിപ്പിന് അല്ലെങ്കിൽ അപവാദത്തെ വധിക്കാനുള്ള പണി അതിനെ സ്മരിക്കാതിരിക്കൽ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് സംസാരിക്കാതിരിക്കലാണ്. അപ്പോൾ ദൗർഭാഗ്യവശാൽ സമകാലിക ലോകത്ത്
ഇത്തരത്തിലുള്ള ഒരു കെട്ടിച്ചമച്ച ഒരു അപവാദ വാർത്ത ലഭിക്കുന്ന സമയത്ത് അതിൻ്റെ വസ്തുതകൾ പോലും അന്വേഷിക്കാതെ തലങ്ങും വലങ്ങും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എത്ര ചർച്ച ചെയ്യുന്നു അത്രയും ആ സമൂഹത്തിൽ ആ ഒരു വിഷയം പുകഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് അറിയാതെ നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയുക, അതല്ലെങ്കിൽ ഔലി യസ്മുത്ത് നിങ്ങൾ മിണ്ടാതിരിക്കുക, അതല്ലെങ്കിൽ തർക്കുഹുമാല യഗ്നി വിശ്വാസികളുടെ ക്വാളിറ്റി അവന് ഒരു കാര്യമില്ലാത്ത വിഷയത്തിൽ അവന് തലയിടാൻ പോകില്ല. അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു മറുവശവും റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഒരാൾ ഇത്തരം കൽപ്പനകളെല്ലാം അവഗണിച്ച് ഒരാൾ മറ്റൊരാളുടെ പിറകിൽ പോവുകയാണെങ്കിൽ ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള ഒരു ഹദീസ് അബൂദാവൂദ് ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ അപ്പം മദീനൻ സ്റ്റേജിൻ്റെ അവസാന കാലത്തേക്ക് നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അതിൽ പല ആളുകളും മുനാഫിക്കളായിട്ടുള്ള ആളുകളുണ്ട്. അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ആ ഹൃദയത്തിൽ ഈമാന് പ്രവേശിക്കാത്ത ആളുകൾ. അപ്പോൾ സൂറത്തുൽ ഹുജറാത്തിൻ്റെ 14-ാമത്തെ ആയത്തിൽ കാലത്തിലെ അറാബു ആമന്ന അള്ളാഹു അവരോട്, അതായത് വിശ്വസിച്ചു എന്ന് ചില ആളുകൾ പറഞ്ഞ സമയത്ത് കൊല്ലം തുഅ്മിനു വലാക്കിൻ ഖൂലു അസ്ലംന, നിങ്ങൾ മുസ്ലിമായി എന്ന് പറഞ്ഞാൽ മതി. അതായത് ഈമാൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാത്ത ആളുകൾ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഖുതുബ അവർക്ക് മുമ്പിൽ നടത്തുന്നുണ്ട്. റസൂലുള്ളാഹ് മിമ്പറിൽ കയറിയതിന് ശേഷം റഫഅ സൗതഹു, റസൂലുള്ളാഹിന്റെ ആ ശബ്ദം ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹ് പറഞ്ഞു, യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനിഹി വലം യുദ്ഖിലിൽ ഈമാനു ഫീ ഖൽബിഹി, ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിക്കാതെ നാവുകൊണ്ട് മാത്രം വിശ്വസിച്ചവരെ. അതിനുശേഷം ലാ തഗ്താബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ പറ്റി നിങ്ങൾ പരദൂഷണം പറയരുത്. ശേഷം വലാ തത്തബിഉ ഔറാത്തിഹിം, നിങ്ങളൊരാളുടെ ന്യൂനതകൾ അയാളുടെ കുറവുകൾ അന്വേഷിച്ച് നിങ്ങൾ പിറകെ പോകരുത്. ആ രൂപത്തിൽ പോകുകയാണെങ്കിൽ തതബ്ബ അല്ലാഹു ഔറതഹു, അള്ളാഹു നിങ്ങളുടെ ന്യൂനതകളും അള്ളാഹു പിടികൂടും. അപ്പോൾ ഏതൊരാൾക്കും ഇത്തരത്തിലുള്ള ന്യൂനതകളും വീഴ്ചകളുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ അല്ലാഹു മസ്ദുർ ഔറാത്തി, ഓ അള്ളാഹ് എൻ്റെ ന്യൂനതകൾ നീ മറച്ചു വെക്കണം. അള്ളാഹിൻ്റെ ഒരു നാമം അൽ സിത്തീർ, അള്ളാഹു എല്ലാം മറച്ചു വെക്കുന്നവനാണ്. അപ്പോൾ ഈ രൂപത്തിൽ നിങ്ങൾ ആളുകളുടെ പിറകെ പോവുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളുടെ രഹസ്യങ്ങളും പരസ്യമാക്കും, അത് നിങ്ങൾ വീട്ടിനകത്തായാലും. അതാണ് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം അഹ്മദ് റഹിമഹുള്ളയുടെ ഒരാൾ ഉപദേശം തേടിയ സമയത്ത് ഔസിനി, ആ സമയത്ത് അദ്ദേഹം നൽകുന്ന വളരെ ശ്രദ്ധേയമായിട്ടൊരു ഉപദേശം, ലിയഹ്ജുസക അനിന്നാസി മാ തഅലം മിൻ നഫ്സിക, നിനക്ക് നിന്നെക്കുറിച്ചുള്ള അറിവ് നീ മറ്റുള്ള ആളുകളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്നും നിന്നെ തടയണം. ആഴത്തിലുള്ള പ്രസ്താവനയാണ്. അതായത് മറ്റൊരാളുടെ വീഴ്ചകൾ അല്ലെങ്കിൽ തെറ്റുകൾ പരസ്യപ്പെടുത്തി അയാളെ അപമാനിക്കുന്ന സമയത്ത് ഓർക്കേണ്ടത്, ഒരുപക്ഷെ അയാൾ ചെയ്യുന്ന ആ ഒരു വീഴ്ച നമ്മളിലില്ലെങ്കിലും നമ്മൾ മറ്റുള്ള ആളുകൾ അറിയുന്നത് ഭയപ്പെടുന്ന നിരവധി വീഴ്ചകൾ നമ്മളിലും ഉണ്ട്. ആ ഒരു കാര്യം ഇത്തരത്തിൽ സംസാരിക്കുന്ന സമയത്ത് സ്വയം നിങ്ങൾ ഉണർത്തണമെന്നുള്ളതാണ്. ശേഷം അടുത്ത 17-ാമത്തെ ആയത്തിൽ യഈദുക്കുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലാഹ് പറയാണ്, നിങ്ങൾ ഒരിക്കലും ഇനി ഇതേ രൂപത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന വഅദ്, അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം, ആ നസീഹത്ത് മൗഇദ എന്നുള്ള പദം നമുക്കറിയാം. അള്ളാഹു നൽകുന്ന ഉപദേശമാണിതെല്ലാം. എന്നതിന് ശേഷം ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ മാത്രമേ ഇതെല്ലാം നിങ്ങൾക്ക് ബാധകമാകൂ. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും നിസ്സാരമായിട്ട് ഇതേ രൂപത്തിൽ ആരോപണങ്ങൾ പടച്ചുണ്ടാക്കും, അതിനെ സംബന്ധിച്ച് സംസാരിക്കും, യാതൊരു മനപ്രയാസം അവർക്ക് ഉണ്ടാവില്ല. അതേസമയം ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ഒരു ഉപദേശം അവർ കണക്കിലെടുത്ത് ഒരിക്കലും ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ അവർ ആവർത്തിക്കില്ല എന്നുള്ളതാണ്. ശേഷം വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ആ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരാണ്, തീർച്ചയായിട്ടും അവൻ എല്ലാം അറിയുന്നവൻ, സർവജ്ഞാനിയും യുക്തിമാനുമാണ്. ആ രൂപത്തിലാണ് ആയത്ത് അവസാനിക്കുന്നത്. ഇനി 19-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനു, സത്യവിശ്വാസികൾക്കിടയിൽ ഇത്തരം ദുർവൃത്തികൾ, അശ്ലീലങ്ങൾ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അതായത് നേരത്തെ പറഞ്ഞു വിവാഹം എന്നുള്ള ആ സർക്കിളിനകത്ത് മാത്രം സംഭവിക്കണമെന്ന് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള പലതും ആ സർക്കിളിനെ പുറത്തേക്ക് കൊണ്ടുവരികയും വിശ്വാസികളായിട്ടുള്ള ആളുകളെ പ്രത്യേകമായിട്ട് അതിനെ ടാർഗറ്റ് ചെയ്യുകയും അവരുടെ ആ വലയിൽ വീഴുന്ന സമയത്താണ് ഈമാൻ നഷ്ടപ്പെടുന്ന പല ആളുകളും ഇത്തരം അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്ന പ്രവണതകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ശേഷം ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽ ആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അവർക്ക് ഇരുലോകത്തും ശിക്ഷയുണ്ട്, അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. ആ രൂപത്തിലാണ് ആയത്ത് അവസാനിക്കുന്നത്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു വഅന്നല്ലാഹ റഊഫുർ റഹീം, അള്ളാഹിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥിതി എന്താകുമായിരുന്നു? അള്ളാഹു നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. അള്ളാഹു ഈ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, ഏറ്റവും വലിയ കാരുണ്യം ഹിദായത്താകുന്ന വെളിച്ചമാണ്. അപ്പോൾ സമകാലിക ലോകത്ത് ആ ഒരു ഹിദായത്തിനെല്ലാം എത്രത്തോളം നമ്മൾ അള്ളാഹിനോട് നന്ദി പറയണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ആയത്ത് ആവർത്തിക്കുന്നുണ്ട്. ആ ഹിദായത്ത് നഷ്ടപ്പെടുന്ന സമയത്ത് ഒരാൾക്ക് ഇരുട്ടും വെളിച്ചവും തമ്മിൽ തിരിച്ചറിയപ്പെടാതെ പോവുകയാണ്. എത്ര നിസ്സാരമായിട്ടാണ് ഇത്തരം അശ്ലീലതകളെ, മ്ലേച്ഛതകളെ, ഒരാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള
മ്ലേച്ഛതകളെ പുരോഗതിയും സംസ്കാരമായിട്ടെല്ലാം അവർ ന്യായീകരിച്ച് അതിന് വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പല യൂറോപ്യൻ നാടുകളിലും മൃഗങ്ങളെപ്പോലും വിവാഹം കഴിക്കാൻ നിയമപരമായിട്ട് അനുമതി നോർവേ പോലെയുള്ള നാടുകളിൽ നൽകിയതായിട്ട്, അതല്ലെങ്കിൽ ഇൻസെസ്റ്റ് പോലും, അതായത് രക്തബന്ധത്തിലുള്ള സഹോദരിയോടും മാതാവിനോടെല്ലാം ബന്ധപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? എത്ര നിസ്സാരമായിട്ടാണ് ചില ആളുകൾ ചോദിക്കുന്നത്. കണ്ടു കാണാത്ത ഈ ഒരു അവസ്ഥ നമുക്കത് കൃത്യമായിട്ട് വേർതിരിച്ച് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു അനുഗ്രഹം, ഒരു ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകിയത് കൊണ്ട് തന്നെ. അതേസമയം അതില്ലായിരുന്നെങ്കിൽ ഇത്തരം ധാർമ്മികതകളെ അല്ലെങ്കിൽ മൂല്യങ്ങളെയെല്ലാം കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള ഇരുട്ടിലേക്ക് അധപ്പതിക്കുന്നതായിട്ട് നമ്മൾ കാണേണ്ടി വരുമായിരുന്നു. ശേഷം അടുത്ത 21-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. ഈ ഒരു ചർച്ചയ്ക്ക് ശേഷം അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണം നേരത്തെ നമ്മൾ ആ ബർസീസയുടെ സംഭവമെല്ലാം ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് പരാമർശിച്ചതാണ്. അതിലേക്ക് വീണ്ടും പോകുന്നില്ല. അതിനുശേഷം 22-ാമത്തെ ആയത്തിൽ വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും, നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട സംഭവം ചില ആളുകളെങ്കിലും ഓർക്കുന്നുണ്ടാകും. അദ്ദേഹത്തിന്റെ ബന്ധുവായിരുന്ന, അദ്ദേഹത്തിന്റെ ചെലവിൽ ജീവിച്ചുകൊണ്ടിരുന്ന മിസ്തഹ് ബിൻ ഉസാസ റളിയല്ലാഹു അൻഹു ദൗർഭാഗ്യവശാൽ ആ അപവാദ പ്രചാരണത്തിൽ അദ്ദേഹം ഭാഗവാക്കാകുന്നുണ്ട്. അതറിഞ്ഞ ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം കോപിച്ചുകൊണ്ട് വല്ലാഹി ലാ ഉംഫിഖു അലൈഹി അബദ, ഇനി മേലിൽ ഞാൻ നിനക്ക് ചെലവിന് തരില്ല, അത് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അപ്പോൾ ചിന്തിച്ചു നോക്കുക, അതായത് ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ആ ഒരു സംഭവം, ഒരാളെ വെറുക്കാൻ അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാതിരിക്കാൻ ഇതിലും വലിയ മറ്റെന്ത് ന്യായമാണ് വേണ്ടത്? കാരണം സ്വന്തം മകളെ സംബന്ധിച്ച് അപവാദം പറയാം. സ്വന്തം മകളെന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ കൂടെയാണ്. അപ്പോൾ റസൂലുള്ള അതിൻ്റെ പേരിൽ എത്രത്തോളം വിഷമിക്കുന്നുണ്ട്. സ്വന്തം കുടുംബമാണ്, അത് മാത്രമല്ല അവരുടെ ചെലവിലാണ് ജീവിക്കുന്നത്. എന്നിട്ടും ഈ രൂപത്തിൽ പറഞ്ഞ സമയത്ത് അള്ളാഹു അദ്ദേഹത്തെ തിരുത്താണ്. ആയത്തിൽ വലിയ അഫു വലിയ സ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ മാപ്പ് നൽകുക, അതേപോലെ വിട്ടുവീഴ്ച കാണിക്കുക. യസ്ഫഹു, സഫഹ എന്ന് വെച്ചാൽ ഭാഷയിൽ പേജ് എന്നുള്ള അർത്ഥമാണ്. യസ്ഫഹു എന്ന് വെച്ചാൽ പേജ് മറിക്കുക. അപ്പോൾ പേജ് മറിക്കുന്നതോടുകൂടെ അപ്പുറത്തുള്ളത് നമ്മൾ കാണുന്നില്ല. അതായത് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. അത് ചെയ്യാനുള്ള കാരണം, ആ രൂപത്തിൽ ചെയ്യുന്നത് അത് അള്ളാഹ്ക്ക് വേണ്ടി, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു അതേ രൂപത്തിൽ നിങ്ങൾക്ക് പുറത്തു തരണമെന്നും നിങ്ങളോട് ആ വിട്ടുവീഴ്ച കാണിക്കണം എന്നല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് കേട്ട സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ ആ പ്രീതിയും പാപമോചനം എല്ലാം ആഗ്രഹിച്ച് മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ആദ്യത്തേക്കാൾ കൂടുതൽ നൽകാമെന്ന് വാക്ക് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. അത്തരത്തിൽ ഒരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ശൂറയുടെ 40-ാമത്തെ വചനത്തിൽ ഫമൻ അഫ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആ രൂപത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾക്ക് അവർക്കുള്ള പ്രതിഫലം അത് എത്രയാണെന്ന് പോലും പറയുന്നില്ല, അത് അള്ളാഹിൻ്റെ അടുത്താണ്. അതായത് ഒരാൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വമ്പിച്ച പ്രതിഫലമാണ് അത്തരം ആളുകൾക്ക് അള്ളാഹു നൽകാൻ പോകുന്നത്. അപ്പോൾ പല ആളുകളും കഷ്ടപ്പെട്ട് ഇബാദത്തുകളിലൂടെയെല്ലാം നേടിയെടുക്കുന്ന പ്രതിഫലം ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നതിലൂടെ മറ്റുള്ള ആളുകൾ അത് കരസ്ഥമാക്കാണ്. കാരണം അതിന് അത്രയും ത്യാഗം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അത് ആഗ്രഹിച്ചിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ചെയ്യുന്നത്. അപ്പം അത് ഈ രൂപത്തിൽ പഠിപ്പിക്കാനുള്ള കാരണം, ഇപ്പോൾ മറ്റൊരാളോട് പകയും വിദ്വേഷവും അല്ലെങ്കിൽ വെറുപ്പെല്ലാം വെച്ച് ജീവിക്കുന്നതിൻ്റെ ആത്യന്തികമായിട്ട് അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് തന്നെയാണ്. അത് പറയാറുണ്ട്, ഒരാളോട് പക വെച്ച് ജീവിക്കുന്നത് നമ്മൾ വിഷം കുടിച്ച് അയാൾ മരിക്കുന്നതും പ്രതീക്ഷിച്ച് നടക്കുന്നത് പോലെയാണ്. ഒരാൾ ഇത്തരത്തിൽ മാപ്പ് നൽകുന്നതോടുകൂടി ആ ഭാരം അയാളുടെ ഹൃദയത്തിൽ നിന്നും ഇറക്കി വെക്കാൻ സാധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു ഈ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നത്. വല്ലാഹു ഗഫൂർ റഹീം, തീർച്ചയായിട്ടും അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, ഏറെ കരുണയുള്ളവനാണ്. ആ രൂപത്തിലാണ് ആയത്ത് അവസാനിക്കുന്നത്. ശേഷം അടുത്ത 23-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്ത്, ആ പവിത്രകളായിട്ടുള്ള ദുർവൃത്തിയെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത, അതിനെ സംബന്ധിച്ച് ഗഫ്ലത്തിലായിട്ട് ജീവിക്കുന്ന മുഹ്സനാത്ത് എന്നുള്ള ആ പദം മനോഹരമാണ്. ഹിസ്ൻ എന്ന് വെച്ചാൽ ഭാഷയിൽ കോട്ട, പാലസ് എന്നുള്ള അർത്ഥമാണ്. ഹിസ്നുൽ മുസ്ലിം നമുക്കറിയാം. ഇപ്പോൾ മുഹ്സിൻ എന്ന് വെച്ചാൽ ആ കോട്ടക്കകത്ത് സംരക്ഷണത്തിലുള്ള ആളുകൾ, അതായത് ഫാമിലി ആകുന്ന ഭദ്രമായിട്ടുള്ള കോട്ടക്കകത്ത് സംരക്ഷിക്കപ്പെട്ട ആ സ്ത്രീകൾക്കെതിരെ അവരെ നാവുകൊണ്ട് അറ്റാക്ക് ചെയ്യുക, നാവുകൊണ്ട് ആക്രമിക്കുക. എർമൂന എന്നുള്ളതാണ്, എറിയുക എന്നുള്ള അർത്ഥമാണ്. എർമൂനൽ മുഹ്സനാത്ത്. അപ്പം നാവ് എന്നുള്ളത് ലോകത്ത് മറ്റേത് ആയുധത്തേക്കാൾ മൂർച്ചയേറിയതാണ്. നാവ് കൊണ്ട് ഒരാളുടെ ഹൃദയത്തെ തന്നെ തകർത്തെറിയാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ അവർ കരഞ്ഞ് കണ്ണീര് പറ്റി അവരുടെ കരള് പിളർന്നു എന്നെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതെല്ലാം ചില വാക്കുകൾ കൊണ്ട് അത്രയേറെ ഒരാളെ നോവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ ആക്രമിക്കുന്ന ആളുകൾ ശക്തമായിട്ടുള്ള ഭാഷയിൽ ലഉനു ഫിദ്ദുനിയ വൽ ആഖിറതി വലഹുൻ അദാബുൻ അളീം, അവർക്ക് ഇഹലോകത്തും പരലോകത്തും അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു, അവർക്ക് ഭയങ്കരമായിട്ടുള്ള ശിക്ഷയുണ്ടെന്ന് അള്ളാഹു ആയത്തിൽ താക്കീത് ചെയ്യാണ്. ശേഷം യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വ ഐദീഹിം വ അർജുലുഹും ബിമാ കാനൂ യഅമലൂൻ, അവരുടെ പ്രവൃത്തിയെ സംബന്ധിച്ച് അവരുടെ നാവുകളും കൈകളും, ആ കൈകൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ആധുനിക ടെക്നോളജിയിൽ നാവിനേക്കാൾ കൈകളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ കൈകളും കാലുകളെല്ലാം
അവർക്കെതിരെ സാക്ഷിയായിട്ട് വരുമെന്നുള്ളതാണ്. അതായത് ലോകത്ത് മറ്റാരും നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങളുടെ അവയവങ്ങൾ, ആ ഒരു പ്രവൃത്തി ചെയ്ത അവയവങ്ങൾ നിങ്ങൾക്കെതിരെ സാക്ഷിയായിട്ട് വരുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു നാവും 2 കൈകാലുകളും 5 സാക്ഷിയാണ്. അവിടെ ആദ്യത്തെ സെക്ഷനിൽ 8-9 ആയത്തുകളിൽ ആ ഹദ്ദുൽ ലിആനുമായിട്ട് ബന്ധപ്പെട്ട് 5 സാക്ഷ്യത്തെ സംബന്ധിച്ച് ആ ലിആൻ 5 തവണ എന്ന് അള്ളാഹു പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ചേർത്ത് വായിക്കേണ്ടതാണ്. ശേഷം ആ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട 2ാമത്തെ സെക്ഷനിൽ അവസാനത്തെ ആയത്ത് 26ാമത്തെ ആയത്തിൽ അൽ ഖബീസാത്തു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്, അള്ളാഹു ഓരോ ആളുകൾക്കും അവർക്ക് ചേർന്ന ആ ജോഡി. നേരത്തെ ആ സൂറത്തു നൂറിൻ്റെ 3ാമത്തെ ആയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അസ്സാനില എനിക്കു. നേരത്തെ ആ സംഭവമെല്ലാം നമ്മൾ വിശദീകരിച്ചു. ആ ഒരു ആയത്തിൻ്റെ എക്സ്റ്റൻഷൻ, അതിൻ്റെ ഒരു വിശദ വിവരണം തന്നെയാണ് ഈ ഒരു ആയത്തിലും കടന്നു വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരേ തൂവൽ പക്ഷികൾ ചേർന്ന് നിൽക്കുന്നു എന്നെല്ലാം പറയുന്നത് പോലെ ഓരോ ആളുകൾക്കും തുല്യമായിട്ടുള്ള രൂപത്തിലുള്ള ആളുകളാണ് വന്നു ചേരുക എന്നുള്ളത്. അപ്പോൾ അബൂലഹബും ഭാര്യയും പോലെ അത് എന്ന് കരുതി അതെല്ലാ സമയത്തും ഒരുപോലെയാണെന്ന് കരുതരുത്. അതിന് നിരവധി എക്സെപ്ഷൻ ഉണ്ടാകും. അതും പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ സൂറത്തു തഹരീമിൻ്റെ അവസാന ഭാഗത്തെല്ലാം അള്ളാഹു നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഏറ്റവും നീചനായിട്ടുള്ളൊരു ഭർത്താവ് ഫിർഔൻ, അതേസമയം മറുവശത്ത് ഏറ്റവും ഉന്നതയായിട്ടുള്ള ആസിയ റളിയല്ലാഹു അൻഹ, അവർ ക്ഷമിച്ചു സഹിച്ചു. അതിൻ്റെ ഫലമായിട്ട് റബ്ബിബ്നിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, അള്ളാഹു അവർക്ക് ധാരാളം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മറുവശവും ഏറ്റവും ഉന്നതരായിട്ടുള്ള ഭർത്താക്കന്മാർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മറുവശത്ത് മോശം ഭാര്യമാരെയും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഉദാഹരണങ്ങളെല്ലാം അള്ളാഹു ആ സൂറത്തു തഹരീമിൻ്റെ അവസാനത്തെ ഭാഗത്ത് നൽകുന്നുണ്ട്. അത് പ്രത്യേകമായിട്ട് പരിശോധിക്കുക. അപ്പോൾ ഇതാണ് ആ ഒരു സൂറത്തിൽ നമ്മുടെ വിഷയം ഇഫ്കുമായി ബന്ധപ്പെട്ട് കടന്നു വരുന്ന 2ാമത്തെ സെക്ഷൻ 11 മുതൽ 26 വരെയുള്ള ആയത്തുകൾ. അപ്പോൾ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ തഫ്സീറുകളെല്ലാം വെച്ച് ആഴത്തിൽ ആ ഒരു ഭാഗം വായിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഇനിയുള്ള ഭാഗം ഒന്ന് ഓടിച്ചു പോവാണ്. പിന്നീട് അത് തടയാനുള്ള വ്യത്യസ്ത മാർഗനിർദ്ദേശങ്ങളെ സംബന്ധിച്ച് 2 ഭാഗത്തായിട്ട് ആദ്യം 3ാമത്തെ സെക്ഷൻ 27 മുതൽ 34 വരെയുള്ള ആയത്തുകളിലും, അതിനെ തുടർന്ന് 8ാമത്തെ സെക്ഷൻ 56 മുതൽ 61 വരെയുള്ള ആയത്തുകളിലും അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അതിൽ 27ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു, നിങ്ങൾ ഒരു അന്യ വീട്ടിലേക്ക് കയറുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ച് ഇസ്തിദാൻ, നിങ്ങൾ അനുവാദം ചോദിക്കേണ്ടതുണ്ട്. അതായത് ഒരാളുടെ പ്രൈവസി അതിക്രമിച്ച് കയറരുത് എന്നുള്ളതാണ്. അപ്പോൾ ബൈത്ത് എന്നുള്ള ആ ഒരു പദം പോലും ഇപ്പോൾ വീടിനെ സൂചിപ്പിക്കുന്ന ഇതര പദങ്ങളും ഭാഷയിലുണ്ട്. ഇപ്പോൾ മസ്കന എന്നുള്ള പദം സക്കീനത്ത്, ആ ശാന്തി ലഭിക്കുന്ന കേന്ദ്രങ്ങൾ. അതല്ലെങ്കിൽ ദാർ എന്നുള്ള പദം, ദൗർ എന്ന് വെച്ചാൽ സർക്കിളിംഗ്, ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സദാ ചലനം ഉള്ള ആ ഒരു കേന്ദ്രം. ആ ഒരു അർത്ഥത്തിൽ അതൊന്നും ഉപയോഗിക്കാതെ അള്ളാഹു ബൈത്ത് എന്ന് ഉപയോഗിക്കുന്ന സമയത്ത്, ഇപ്പോൾ ബാത്ത യബീത്തു എന്ന് വെച്ചാൽ രാപ്പാർക്കുക, രാത്രി താമസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രൈവസിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരാളുടെ പ്രൈവസി അതിക്രമിച്ച് കയറുന്ന സമയത്ത്, അയാളുടെ സമ്മതമില്ലാതെ പോകുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകാൻ പോകുന്ന ആ പ്രത്യാഘാതങ്ങളെല്ലാം അവിടെ ആയത്തിൽ അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 2ാമതായിട്ട് 30ാമത്തെ ആയത്തിൽ ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, അപ്പോൾ സത്യവിശ്വാസികളോട് അവരുടെ ദൃഷ്ടികൾ, കണ്ണുകൾ താഴ്ത്താനും അതേപോലെ തന്നെ അവരുടെ ലൈംഗികാവയവങ്ങൾ സംരക്ഷിക്കാനും അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഏതൊരു വലിയ തീപിടുത്തവും സംഭവിക്കുന്നത് ചെറിയൊരു സ്പാർക്കിൽ നിന്നാകും. അള്ളാഹു അതിൻ്റെ ആ 2 അറ്റവും മനോഹരമായിട്ട് അതിൻ്റെ തുടക്കവും ഒടുക്കവുമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ തൊബ്രാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ദൃഷ്ടികൾ അത് പിശാചിൻ്റെ വിഷം പുരട്ടിയ അമ്പുകളാണ്. ആരെങ്കിലും അള്ളാനെ ഭയന്ന് അത് വർജിച്ചാൽ അല്ലെങ്കിൽ കണ്ണ് താഴ്ത്തിയാൽ പകരമായിട്ട് അവന് ഈമാൻ നൽകും, അല്ലെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ഈമാൻ്റെ ആ മാധുര്യം അനുഭവപ്പെടും എന്നുള്ളതാണ്. അപ്പം അത് നേർക്കുനേരെ ഇപ്പം ഇന്നത്തെ സോഷ്യൽ മീഡിയ യുഗത്തിൽ അത് അള്ളാനെ ഭയന്ന് താഴ്ത്തുക എന്ന് പറയുന്നതിലെല്ലാം നിരവധി അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മറ്റൊരു സ്ത്രീയെ നേരിട്ട് നോക്കേണ്ടതില്ല, അയാളുടെ ആ രഹസ്യത്തിൽ, അയാളുടെ ആ പ്രൈവസിയിൽ മറ്റാരും കാണാതെ തന്നെ അയാൾക്ക് വേണ്ടുവോളം നോക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ അള്ളാനെ മാത്രം ഭയന്ന് ഒരാൾ കണ്ണ് താഴ്ത്തിയാൽ അയാൾക്ക് ഈമാൻ പ്രത്യേകമായിട്ട് നൽകുക എന്നുള്ളതാണ്. അതായത് അതിൻ്റെ ഒരു മറുവശം, ഒരാൾ ആ കാഴ്ചയെ വേണ്ട വിധം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ അത് ഹൃദയത്തിലുള്ള ഈമാനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹൃദയത്തിലുള്ള വിലമതിക്കാനാകാത്ത നിധി, ഈമാനാകുന്ന നിധി, അത് സംരക്ഷിക്കാൻ നമ്മുടെ കണ്ണുകളാകുന്ന ആ വാതിലുകൾ അത് സദാസമയത്തും അത് വേണ്ട സമയത്ത് മാത്രം തുറക്കുക, അല്ലെങ്കിൽ അതിലൂടെ പോകുന്ന ആളുകളെ പ്രത്യേകമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ആ വാതിൽ തുറന്നിട്ട് ആ നിധി മോഷണം പോയതിന് ശേഷം നമ്മൾ പരാതി പറഞ്ഞുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അതിലൂടെ പോകുന്ന കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ശേഷം അടുത്ത 31ാമത്തെ ആയത്തിൽ സ്ത്രീകളോടും പ്രത്യേകമായിട്ട് വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സ്വാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന, സത്യവിശ്വാസിനികളോടും ആ കണ്ണ് താഴ്ത്തുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ആയത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ
ആ പുരുഷനോട് പറയുന്നതിനേക്കാൾ വളരെ വിശദമായിട്ടാണ് അതിൻ്റെ ഒരു 3 ഇരട്ടി സ്ത്രീകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട് അതിൻ്റെ വ്യത്യസ്ത തലങ്ങളെ സംബന്ധിച്ച്. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ കണ്ണ് ഏറ്റവും വലിയ പരീക്ഷണമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത്തരം കാഴ്ചകളിലേക്ക് ആ കണ്ണ് പോകും. അവിടെ സ്ട്രഗിൾ എടുത്താൽ കണ്ണ് താഴ്ത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അത്രയേറെ പ്രതിഫലമെല്ലാം നൽകാനുള്ള കാരണം. അതേസമയം സ്ത്രീകളോട് ഇത്രയേറെ പറയുന്നതിലുള്ളൊരു യുക്തി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ച് സ്ത്രീകൾ അങ്ങേയറ്റം അറ്റൻഷൻ, അവർ ശ്രദ്ധ ആഗ്രഹിക്കുന്നവരാണ്. അതല്ലെങ്കിൽ ആ പുരുഷന്റെ വാലിഡേഷൻ അങ്ങേയറ്റം സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു ചിന്താഗതിയാണ് കോസ്മെറ്റിക് ഇൻഡസ്ട്രി എല്ലാം ഇത്രയേറെ ലാഭം കൊയ്യാനുള്ള കാരണം. അപ്പം അതേസമയം ആ ഒരു കാഴ്ച ഒരു പുരുഷനിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്, അതിൻ്റെ ആ സ്വാധീനത്തെ സംബന്ധിച്ച് പലപ്പോഴും സ്ത്രീകൾ വേണ്ടത്ര ബോധവാന്മാരല്ല എന്നുള്ളതാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 വിഭാഗത്തെയും അള്ളാഹുവാണ് സൃഷ്ടിച്ചത്. അലാ യഅലമു മൻ ഖലഖ്, അള്ളാഹ്ക്ക് അവൻ്റെ സൃഷ്ടികളെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളത്. അപ്പോൾ അവർക്കനുസരിച്ച ആ മാർഗദർശനമാണ് അള്ളാഹു നൽകുന്നത്. ഇപ്പോൾ ഒരിക്കൽ കണ്ട് മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ ചിന്താഗതികളെല്ലാം അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കും. പിന്നീട് വീണ്ടും വീണ്ടും കാണണം എന്നുള്ള മോഹം, അതിനുവേണ്ടി വ്യത്യസ്ത പദ്ധതികൾ അവന് ആസൂത്രണം ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ജന്തുലോകത്തെല്ലാം ഇണയെ ആകർഷിക്കാൻ വേണ്ടി വ്യത്യസ്ത രൂപത്തിൽ ചില പക്ഷികൾ പ്രത്യേകമായിട്ട് നൃത്തം ചെയ്യാറുണ്ട്. അതല്ലെങ്കിൽ ചില പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ പല അടവുകളിലൂടെ അവൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവൻ ശ്രമിക്കും എന്നുള്ളത്. അതായത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ഈ കണ്ണുകളായിട്ട് ബന്ധപ്പെട്ട ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പം അവിടെ ബിമാ യഅമലൂൻ അല്ലെങ്കിൽ ബിമാ യഫ്അലൂൻ എന്നൊന്നുമല്ല പറഞ്ഞത്, മറിച്ച് ബിമാ യസ്നഊൻ. സനഅ എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. മസ്ന എന്ന് വെച്ചാൽ നമുക്കറിയാം ഫാക്ടറിയാണ്. ഇപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ നിർമ്മിച്ചതിനെ സംബന്ധിച്ച് വസ്നഇൽ ഫുൽക്ക് സൂറത്തുൽ ഹൂദിൽ അള്ളാഹു ആ രൂപത്തിൽ പറയുന്നുണ്ട്. അതായത് സമയമെല്ലാം എടുത്ത് വളരെ സമർത്ഥമായിട്ട് ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പദ്ധതി അവൻ ആസൂത്രണം ചെയ്ത് അവസാനം അവൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നിരവധി ഫെയിലായിട്ടുള്ള ദാമ്പത്യങ്ങൾ, അതല്ലെങ്കിൽ ഇതേ രൂപത്തിൽ പുരുഷന്മാരിൽ നിന്നും പിന്നീട് പീഡനങ്ങളെല്ലാം ഏൽക്കേണ്ടി വന്ന പല സ്ത്രീകളും ഒരുപോലെ പറയാറുള്ള കാര്യം, തുടക്കത്തിൽ ഒരിക്കലും ഈ രൂപത്തിലേ ആയിരുന്നല്ല, വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു, ആ രൂപത്തിൽ തന്നെയാണ് വരിക, പിന്നീട് അവൻ്റെ ആ നിറം മാറാൻ തുടങ്ങുമെന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ആദ്യത്തിൽ അവന് ഫേക്ക് ഒരു മുഖംമൂടി ധരിച്ചിട്ടാണ് വരുന്നത്, പിന്നീട് ക്രമേണ ആ മുഖംമൂടി അഴിയുക എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ അവൻ്റെ ആ പദ്ധതികൾ, അവന് പദ്ധതി ചെയ്യുന്നതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അപ്പം അവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, വിവാഹമാകുന്ന സർക്കിളിനകത്ത് ഇതെല്ലാം ഓക്കെയാന്ന് മാത്രമല്ല, അതെല്ലാം പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളെ സൗന്ദര്യം പ്രദർശിപ്പിക്കണം, അതേപോലെ തന്നെ നിങ്ങൾ പരസ്പരം സ്നേഹം പങ്കിടുന്നതിനെല്ലാം പ്രതിഫലമാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് ഒരു സ്ത്രീയെ ഏറ്റെടുക്കാൻ സന്നദ്ധനായി വരുന്ന ആ പുരുഷന്റെ മുമ്പിലാണ് ആ സൗന്ദര്യം അവൾ പ്രദർശിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ സൗന്ദര്യം എന്നുള്ള അനുഗ്രഹം അത് അള്ളാഹു നൽകിയ വിലമതിക്കാനാകാത്തൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ആ ഒരു വാല്യൂ അതിന് കൽപ്പിച്ച് അവന് തൃപ്തിപ്പെട്ട രൂപത്തിൽ അതിനർഹരായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അത് തുറന്നു വെക്കുക എന്നുള്ളതാണ്. പറയുന്ന സമയത്ത് ഓർക്കുന്നത് ലോകപ്രശസ്തനായിട്ടുള്ള ബോക്സർ മുഹമ്മദ് അലി റഹിമുല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കൽ മകള് നല്ല രൂപത്തിലല്ലാതെ വസ്ത്രം ധരിച്ച പിതാവിൻ്റെ മുമ്പിൽ വന്ന സമയത്ത് അദ്ദേഹം സ്നേഹത്തോടു കൂടെ മകളെ ഉപദേശിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ചു, ഓ മോളെ, എവിടെയാണ് ഡയമണ്ട് ഭൂമിയിൽ കാണാം? അപ്പോൾ മകള് പറഞ്ഞു, അത് ഭൂമിക്കടിയിലാണെന്ന് തോന്നുന്നു. ശേഷം അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് വിലപിടിപ്പുള്ള മുത്തും പവിഴെല്ലാം കാണുക? അപ്പോൾ മകള് പറഞ്ഞത് കടലിന് ഏറ്റവും അടിത്തട്ടിലാണ്. ശേഷം അദ്ദേഹം ചോദിച്ചു, എവിടെയാണ് സ്വർണം കാണുക? അപ്പോൾ മകള് പറഞ്ഞത് ഭൂമിക്കടിയിലാണ്. ശേഷം അത് വെച്ച് അദ്ദേഹം ഉപദേശിക്കുന്നുണ്ട്, ഇപ്പോൾ വിലപിടിപ്പുള്ള എല്ലാം ദൈവം പെട്ടെന്ന് ലഭിക്കാത്ത വിധം അതെല്ലാം ഹിഡനാക്കി, അത് മറച്ചു വെച്ചു. അത് ലഭിക്കണമെങ്കിൽ അങ്ങേയറ്റം കഷ്ടപ്പെടണം. എന്നിട്ട് അദ്ദേഹം മകളെ ഉപദേശിക്കുകയാണ്, അതായത് നിന്റെ സൗന്ദര്യം അത് ദൈവം നൽകിയ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അനുഗ്രഹമാണ്. അത് നീ ഇപ്രകാരം തുറന്നിടുന്നതോടുകൂടെ അതിൻ്റെ ആ ഒരു വാല്യൂ നഷ്ടപ്പെടുകയാണ്. അതേസമയം അത് മറച്ചു വെക്കുന്ന സമയത്ത് അത് കൂടുതൽ വിലയുള്ളതായിട്ട് മാറുകയാണ്. ആ രൂപത്തിൽ മകളെ ഉപദേശിക്കുന്നുണ്ട്. അപ്പം അള്ളാഹു ഈ രൂപത്തിൽ ആ കണ്ണുകളായിട്ട് ബന്ധപ്പെട്ട ഉപദേശങ്ങളോടൊപ്പം ആ സ്ത്രീകളുടെ വസ്ത്രധാരണവും പ്രത്യേകമായിട്ട് അവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ ഒരു ഭാഗം ഈ ഒരു സൂറത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മറുഭാഗം സൂറത്തുൽ അഹ്സാബ് 33-ാമത്തെ അധ്യായത്തിലും കാണാൻ സാധിക്കും. ഈ 2 സൂറത്തുകളും അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖന്തക്ക് യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ ആ സൂറത്തുൽ അഹ്സാബാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. കാരണം ഈ 2 സൂറത്തുകൾ ചേർത്ത് വെക്കുന്ന സമയത്ത് 2 സൂറത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിജീവിതമായിട്ട് ബന്ധപ്പെട്ട ആ വിവാദങ്ങൾ, ഒന്നിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ മറ്റേ സൂറത്തിൽ സൈനബ് റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട വിവാഹം, ഇൻഷാ അല്ലാഹ് അതെല്ലാം പിന്നീട് നമ്മൾ പറയും. അത് 2 സൂറത്തുകളിൽ അത് ആ റസൂലുള്ളാഹിൻ്റെ വ്യക്തിജീവിതം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വസ്ത്രധാരണമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ,
അതിൻ്റെ ഒരു ഭാഗം ഹിമാറുമായി ബന്ധപ്പെട്ടത് സൂറത്ത് നൂറിലാണെങ്കിൽ അതേസമയം ജിൽബാബുമായിട്ട് ബന്ധപ്പെട്ടത് സൂറത്തുൽ അഹ്സാബിലാണ് കടന്നു വരുന്നത്. ആ നിയമം ഈ 2 സൂറത്തിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ 2 സൂറത്തിലും ആ മുനാഫിക്കുകളെ സംബന്ധിച്ചുള്ള വളരെ വിശദമായിട്ടുള്ളൊരു പാസേജ് അതിൽ 2ലും കാണാൻ സാധിക്കുമെന്നുള്ളത്. അപ്പോൾ നിരവധി സമാനതകൾ ഈ 2 സൂറത്തുകൾ ചേർത്ത് വെക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. അത് നിങ്ങൾ പരിശോധിക്കുക. അപ്പം അതിനുശേഷം ആ പരിഹാര മാർഗങ്ങളിൽ വിവാഹത്തെ സംബന്ധിച്ചും അള്ളാഹു വിശദമായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു താല്പര്യം സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു നൽകിയതാണ്. സുയ്യന ലിന്നാസി ഹുബ്ബു ഷഹവാത്തി മിനൻ നിസാ. ആ താല്പര്യം ഒതുക്കി വെക്കണം എന്ന് പറയുന്നില്ല, മറിച്ച് ഹലാലായിട്ടുള്ള രൂപത്തിൽ അത് പൂർത്തീകരിക്കാനുള്ള ഓപ്ഷൻ വിവാഹം അള്ളാഹു നമുക്ക് നൽകി എന്നുള്ളതാണ്. അപ്പം അതല്ലാതെ അതിനെ അനിയന്ത്രിതമായിട്ട് തുറന്നു വിടുന്ന സമയത്ത് അപ്പം അനിയന്ത്രിതമായിട്ടുള്ളൊരു തീ ഒരു കെട്ടിടത്തെ അല്ലെങ്കിൽ ഒരു കാടിനെ, ഒരു നാടിനെ മുഴുവൻ നശിപ്പിക്കാൻ പര്യാപ്തമാണ്. അതേസമയം അതേ തീ നമ്മൾ നിയന്ത്രിതമായിട്ട് ഒരു പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ തന്നെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യാൻ, ആസ്വാദകരമായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യാൻ അതേ തീനെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആദ്യം അനിയന്ത്രിതമായിരുന്നു, ആ സമയത്ത് അത് വിനാശകരമായിട്ട് തീരാണ്. അതേസമയം അത് നിയന്ത്രിച്ച് ഒരു പ്രോപ്പർ ചാനൽ വഴി ഉപയോഗിക്കുന്ന സമയത്ത് അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറാണ്. അതേ രൂപത്തിൽ അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ ആ വികാരം പൂർത്തീകരിക്കുന്ന സമയത്ത് അത് പ്രതിഫലാർഹമായിട്ടുള്ള കർമ്മമായിട്ട് തീരാണ്. അപ്പോൾ ആ വിവാഹത്തെ സംബന്ധിച്ചും അവിടെ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. ശേഷം ആ സൂറത്തിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ആ ഒരു ഉപമ, അതായത് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലുള്ള ഈമാനെ സംബന്ധിച്ചാണ് ആ സൂറത്തിൻ്റെ ഹൃദയഭാഗത്ത് അള്ളാഹു സംസാരിക്കുന്നത്. എത്ര മനോഹരമാണ്! അതായത് ഹൃദയത്തിൽ ആ ഈമാൻ്റെ നൂർ, ആ വെളിച്ചുള്ള ആളുകൾ അവരിത്തരം നിയമങ്ങൾക്ക് അവർ വില കൽപ്പിക്കും, അതേപോലെ തന്നെ അതിനെ ഫോളോ ചെയ്യും. അതേസമയം ഹൃദയത്തിൽ ആ വെളിച്ചില്ലാത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നിയമങ്ങളെല്ലാം അവർക്ക് പരിഹാസ വിഷയങ്ങളായിരിക്കും, അതേപോലെ തന്നെ അതിനെ അവർ ദുരുപയോഗവും ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 4 സാക്ഷികളെ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഹൃദയത്തിൽ രോഗമുള്ള ഒരാൾക്ക് അതും വളച്ചൊടിക്കാൻ സാധിക്കും. 4 ആളുകൾ കൂടിച്ചേർന്ന് ഒരു പദ്ധതി ഒരുക്കി കള്ളസാക്ഷിയായിട്ട് വരികയാണെങ്കിൽ ജഡ്ജി അത് കേട്ട് തെറ്റായിട്ട് വിധിക്കുന്നുണ്ടെങ്കിൽ അവിടെ വിധി നടപ്പിലാകുന്നുണ്ട്, പക്ഷേ അനീതിയാണ് അവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് 2 ആളുകൾ പരാതിയായിട്ട് വന്ന സമയത്ത് റസൂലുള്ള പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ കേട്ടത് വെച്ച് വിധിക്കും. അന്യായമായിട്ട് നിങ്ങൾ വല്ലതും വാങ്ങുന്നുണ്ടെങ്കിൽ നരകത്തിൻ്റെ ഒരു കഷ്ണമായിട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾ അറിയുക എന്നെല്ലാം റസൂലുള്ള അവരെ താക്കീത് ചെയ്യുന്നുണ്ട്. അപ്പം എത്ര നല്ല നിയമമാണെങ്കിലും അത് മോശം ആളുകളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് ദുരന്തമായിട്ട് മാറാണ്. നേരെ തിരിച്ചും നല്ല ആളുകളാണെങ്കിൽ അവിടെ മോശം നിയമം വരുന്നതോടുകൂടെ അതും ഒരു ദുരന്തമായിട്ട് മാറാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് ആ നിയമം നടപ്പിലാക്കുന്ന ആളുകൾ അവരുടെ ഹൃദയമാണ് നന്നാകേണ്ടത്. അപ്പോൾ തഖ്വയും അള്ളാഹുവിൻ്റെ നിയമവും രണ്ടും കൂടിച്ചേരുന്ന സമയത്ത് സമ്പൂർണ്ണമായിട്ടുള്ള നീതി അവിടെ പുലരാണ്. അതേസമയം ഹൃദയത്തിൽ അസുഖമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഹൃദയത്തിൻ്റെ ആ ഒരു വെളിച്ചത്തെ സംബന്ധിച്ച് ആ സെൻട്രൽ ഭാഗത്ത് തന്നെ നിയമം ചർച്ച ചെയ്യുന്ന സൂറത്തിൽ അള്ളാഹു പറയുന്നു എന്നുള്ളത് വളരെ മനോഹരമാണ്. അപ്പോൾ ആ ഹൃദയത്തിൻ്റെ രോഗത്തെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഈ സൂറത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട മറ്റൊരു ഭാഗം ആ സൂറത്തിൻ്റെ 6ാമത്തെ സെക്ഷൻ ഓർക്കുന്നുണ്ടാകും. 47 മുതൽ 54 വരെയുള്ള ആയത്തുകൾ. അവിടെ അള്ളാഹു മുനാഫിക്കുകളെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. അവരെ സംബന്ധിച്ചും ചിലത് പറയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഇഫ്ക് സംഭവത്തിൽ അത് പടച്ചുണ്ടാക്കിയതും പ്രചരിപ്പിച്ചതും ആ ഫിത്തന മുഴുവൻ ഉണ്ടാക്കിയത് മുനാഫിക്കുകളായിരുന്നു. അപ്പോൾ മുനാഫിക്കുകളുടെ ഒരു ആക്രമണ രീതി, അതല്ലെങ്കിൽ അവരുടെ ആ നിറമാറ്റത്തിൻ്റെ സൈക്കോളജി എല്ലാം ഇത്തരം സംഭവങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അതായത് സദാസമയത്തും ആ നിഫാഖിൻ്റെ മുഖംമൂടി ധരിച്ച് നടക്കുന്ന അവരുടെ ആ മുഖംമൂടി അഴിഞ്ഞു വീഴുക 2 സന്ദർഭങ്ങളാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ഫി വക്തി ഷിദ്ദ, അതല്ലെങ്കിൽ വഫി വക്തിൽ ഫിത്ന. അതായത് പ്രയാസങ്ങൾ, കഠിനമായിട്ടുള്ള സാഹചര്യങ്ങൾ മുന്നിൽ വരുന്ന സമയത്ത് അവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴും. ആ സമയത്ത് ഒരു വികർഷണ സ്വഭാവമാണ് അവർ പ്രകടിപ്പിക്കുക. ആ പരിസരത്ത് അവരുണ്ടാവില്ല, അവർ ഓടി രക്ഷപ്പെടും. ഇപ്പോൾ ഉഹുദായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ആ സാഹചര്യത്തിൻ്റെ തീവ്രത മനസ്സിലാക്കി മെല്ലെ അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അതേസമയം ഇത്തരത്തിലുള്ള ഫിത്തനകൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ ആകർഷണ സ്വഭാവം പ്രകടിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ഫിത്തനകളെല്ലാം അത് ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഉള്ള ഫിത്തനകൾ അവിടെ പോയി ചൊറിയാനും മാന്താനും അത് ജീർണിപ്പിക്കുക, അല്ലെങ്കിൽ അത് ആ ഒരു തീ സമൂഹത്തിൽ കെടുത്താതെ അവിടെ തന്നെ നിലനിർത്തുമെന്ന് ഉറപ്പുവരുത്തുമാറ് അവിടെ സജീവമായിട്ട് അവരുണ്ടാകും എന്നുള്ളതാണ്. അതേസമയം ഹൃദയത്തിൽ ഈമാനുള്ള വിശ്വാസികളുടെ പ്രതികരണം നേർവിരുദ്ധമായിരിക്കും. പ്രതികൂല സാഹചര്യത്തിലാണ് അവർ പ്രകാശിക്കുക, ഇരുട്ടിൽ നക്ഷത്രങ്ങളെന്ന പോലെ. അതേസമയം അവിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ മുനാഫിക്കുകളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇരുട്ടിനെ സ്നേഹിക്കുന്നവരാണ്, അവർ ഇരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന ആളുകളാണ്. ഇനി അവസാനമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആ ലൈംഗിക മേഖലയിലുള്ള ആ ധാർമ്മികത, ആ സെക്ഷൽ എത്തിക്സ്, അത് നടപ്പിലാക്കാൻ വേണ്ടി, അതിനെ പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി ഇസ്ലാമിക ശരീഅത്തിൽ നൽകിയിട്ടുള്ള 5 കാര്യങ്ങൾ. ഈ 5ഉം ഈ സൂറത്തിലും അതേപോലെ തന്നെ ഇതുവരെ നമ്മൾ പറഞ്ഞതിൻ്റെ മൊത്തം കൺക്ലൂഷൻ ഈ 5ൽ കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട്
ശരീഅത്ത് ആ വിഷയത്തിൽ നമുക്ക് ആ മൂല്യങ്ങൾ പഠിപ്പിച്ചു എന്നുള്ളത്. അതായത് അടിസ്ഥാനപരമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട ആ വാല്യൂസ്, ആ മൂല്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം എന്താണ് മൂല്യങ്ങൾ? ഒന്നാമതായിട്ട് തഖ്വ. അപ്പം നമ്മൾ നിരവധി കർമ്മങ്ങൾ ചെയ്യുന്നത് ആത്യന്തികമായിട്ട് ആ തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ലഅല്ലക്കും തത്തഖൂൻ. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ സൂക്ഷ്മത, മറ്റാരെന്നെ കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു തഖ്വ ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതേപോലെ തന്നെ ആ മൂല്യങ്ങളിൽ ആ ബിർറ്, നിരവധി പുണ്യങ്ങളെ സംബന്ധിച്ച്, അതായത് മറ്റൊരാളോട് ഉണ്ടായിരിക്കേണ്ട അനുകമ്പ, ആ കാരുണ്യം, അതേപോലെ തന്നെ മറ്റൊരാളുടെ പ്രശ്നം അത് സ്വന്തം പ്രശ്നമായിട്ട് ചിന്തിക്കാനുള്ള മനസ്സ്, എമ്പതിയെ സംബന്ധിച്ചെല്ലാം ആ മൂല്യങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചു. അതേപോലെ തന്നെ ഹുസ്നുൽ ളന്ന്, മറ്റൊരാളെ സംബന്ധിച്ച് നല്ലത് ചിന്തിക്കുക, നല്ലത് പറയുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേഖലയിൽ ലജ്ജയുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് ഹയാ, അതായത് ഇദാലം തസ്തഹി ഫസ്ന മാശിയത്ത, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നിനക്ക് എന്തും പ്രവർത്തിക്കാം. ലജ്ജ എന്നുള്ളത് രണ്ട് രൂപത്തിൽ, ഒന്ന് മനുഷ്യരുടെ മുമ്പിലും സൃഷ്ടാവിൻ്റെ മുമ്പിലും ഉണ്ടായിരിക്കേണ്ട ലജ്ജ. അത്തരത്തിലുള്ള വലിയ മൂല്യങ്ങൾ പഠിപ്പിക്കുക വഴി മനുഷ്യനെ അവിടെ എല്ലാ അർത്ഥത്തിലും ശുദ്ധീകരിച്ചെടുക്കുകയാണ്. അപ്പം അതാണ് ഒന്നാമതായിട്ട് ആ മൂല്യങ്ങൾ നൽകി എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് കേവലം അത്തരം മൂല്യങ്ങൾ നൽകുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ആ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടല്ല, അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള റൂൾസ്, നിയമങ്ങളും അള്ളാഹു നൽകി എന്നുള്ളതാണ്. ഉദാഹരണത്തിന് അപ്പോൾ ആ തഖ്വ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളോട് കണ്ണ് താഴ്ത്താൻ പറഞ്ഞു. അതേപോലെ തന്നെ സ്ത്രീകളോട് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി നിർദ്ദേശങ്ങൾ, മറ്റുള്ളവരായിട്ട് ഇടപഴകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിയമങ്ങളായിട്ട് അള്ളാഹു നൽകി. അതാണ് രണ്ട്. മൂന്നാമതായിട്ട് ആ നിയമങ്ങൾ, ആ റൂൾസ് ബ്രേക്ക് ചെയ്യുന്ന ആളുകൾക്ക് ശക്തമായിട്ടുള്ള ശിക്ഷയും അള്ളാഹു നൽകി എന്നുള്ളതാണ്. അപ്പോൾ സിന, അതിന് 100 അടി. അതേപോലെ തന്നെ ആ റജും, വിവാഹിതനായിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് ശക്തമായിട്ടുള്ള ശിക്ഷയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ വെച്ചു. അതാണ് 3. നാലാമതായിട്ട് അത്തരം കഠിനമായിട്ടുള്ള ശിക്ഷയ്ക്ക് ഒരാളെ അർഹനാക്കാൻ, അല്ലെങ്കിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തെളിവിൻ്റെ പിൻബലം അവിടെ വെച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ സാധ്യമല്ല. ഏതെങ്കിലും ഒരാൾക്ക് പോയിട്ട് അങ്ങനെ ഉന്നയിക്കാൻ പറ്റില്ല. വ്യക്തമായിട്ടുള്ള തെളിവുണ്ടെങ്കിൽ മാത്രമേ അക്കാര്യം അവിടെ സംസാരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആ ശിക്ഷ നടപ്പിലാക്കൂ എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് ആ തൗബക്കുള്ള, അല്ലെങ്കിൽ ആ പാപമോചനത്തിനുള്ള അവസരം, ആ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ അള്ളാഹു തുറന്നു വെച്ചു എന്നുള്ളതാണ്. എത്ര അതിക്രമം പ്രവർത്തിച്ച ആളുകൾക്കും അവസാന ശ്വാസം വരെ ലാ തഖനതു മിർ റഹ്മത്തില്ല, അള്ളാഹു അവരെ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുറ്റം ഏറ്റു പറഞ്ഞ തൗബ ചെയ്ത് അവർക്കൊരു ഫ്രഷ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരവസരം, ആ പ്രതീക്ഷയുടെ കവാടങ്ങൾ അള്ളാഹു അവർക്ക് മുമ്പിൽ തുറന്നു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 5 മാർഗനിർദ്ദേശങ്ങൾ ഈ ഒരു വിഷയത്തിൽ നൽകിയതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ 5 നിർദ്ദേശങ്ങളും ആ സൂറത്തു നൂറിനകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ആ ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ച്, ആ വാല്യൂസിനെ സംബന്ധിച്ച് പറഞ്ഞു. അതാണ് ബേസ്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ ആ സൂറത്തിൻ്റെ ഹൃദയഭാഗത്ത് അള്ളാഹു നൂറു സമാവാതി വൽ അർള്, ആ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഈമാനെ സംബന്ധിച്ച് അവിടെ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ആ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള റൂൾസ്, ആ നിയമങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അതുതന്നെയാണ് ആ സൂറത്തിൻ്റെ 3ാമത്തെ സെക്ഷൻ. നിരവധി നിയമങ്ങൾ, കണ്ണ് താഴ്ത്താനും വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി നിയമങ്ങൾ ആ ഭാഗത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് ആ നിയമങ്ങൾ ഭേദിക്കുന്ന ആളുകൾക്കുള്ള കഠിനമായിട്ടുള്ള ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു. അതുതന്നെയാണ് ആ സൂറത്തിൻ്റെ ആദ്യത്തെ സെക്ഷൻ. 2 മുതൽ 10 വരെയുള്ള ആയത്തുകൾക്കിടയിൽ ആ ശിക്ഷയെ സംബന്ധിച്ച് അള്ളാഹു വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. നാലാമതായിട്ട് ആ ശിക്ഷയ്ക്കൊരാൾ അർഹനാകണമെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവിൻ്റെ പിൻബലം വേണമെന്ന് പറഞ്ഞു. അതുതന്നെയാണ് ആ സൂറത്തിൻ്റെ 13ാമത്തെ ആയത്തിൽ ലൗലാ ജാഉ അലൈഹി ബി അർബഅത്തി ശുഹദാ, ആ 4 സാക്ഷികളായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു. അവസാനമായിട്ട് 5ാമതായിട്ട് ആ തൗബയുടെ കവാടങ്ങൾ അള്ളാഹു ഏതൊരാൾക്ക് മുമ്പിലും തുറന്നു വെച്ചു. 31ാമത്തെ ആയത്തിൽ വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ, അവിടെയും അള്ളാഹു ആ തൗബയെ സംബന്ധിച്ച് അള്ളാഹു അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സൂറത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. നമ്മൾ ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട ആയത്തുകൾ മാത്രമാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത്. അതല്ലാത്ത പല ഭാഗങ്ങളും, പ്രത്യേകിച്ച് ആ മധ്യഭാഗമെല്ലാം മണിക്കൂറുകളുടെ വിശദീകരണം ആവശ്യമുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം. ഇനി സ്വയം ആ സൂറത്തുമായിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ആഴത്തിലുള്ള തഫ്സീറുകളായിട്ടെല്ലാം ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, അതിലേക്കുള്ളൊരു സ്പാർക്ക് എന്നുള്ള നിലക്ക് മാത്രമാണ് ഈ രൂപത്തിൽ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അപവാദ സംഭവം ഇഫ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം മുതൽ സീറിയയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എപ്പിസോഡ്, അഹ്സാബ് യുദ്ധം. അറേബ്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ശത്രുക്കൾ മുഴുവൻ ഒന്നടങ്കം അവർ ഒരുമിച്ച് ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ അവർ ഇറങ്ങി പുറപ്പെടുന്നുണ്ട്. മുസ്ലിങ്ങൾ എല്ലാ അർത്ഥത്തിലും പതറിപ്പോകുന്ന നിമിഷം സൂറത്തുൽ അഹ്സാബിൻ്റെ 10ാമത്തെ ആയത്തിൽ ഇത് ജാഊക്കും മിൻ ഫൗഖിക്കും വമിൻ അസ്ഫല മിൻകും, ആ ഒരു രംഗെല്ലാം അള്ളാഹു കൃത്യമായിട്ട് ഒപ്പിയെടുക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ദൃഷ്ടികൾ തെന്നിപ്പോയി
അവരുടെ ഹൃദയങ്ങൾ തൊണ്ടക്കുഴിയിൽ എത്തുമാറ് രണ്ടു ഭാഗത്തുനിന്നും ശത്രുക്കൾ അവരെ വളഞ്ഞ സമയത്ത് അള്ളാഹു അത്ഭുതകരമായിട്ട് മുസ്ലിങ്ങൾക്ക് സഹായം നൽകി അവരിൽ നിന്നും സംരക്ഷിക്കുന്നുണ്ട്. സമകാലിക ലോകത്തെല്ലാം ഈ രൂപത്തിൽ മുസ്ലിം ഉമ്മത്ത് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിരവധി പാഠങ്ങളെല്ലാം നൽകുന്ന അഹ്സാബ് യുദ്ധത്തിൻ്റെ വിശദമായിട്ടുള്ള ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം മുതൽ നമ്മൾ ആരംഭിക്കുന്നതാണ്. അള്ളാഹു ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിലുള്ള നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ഫലസ്തീനിലുള്ള ഗസയിൽ, അവർക്ക് അള്ളാഹു എളുപ്പവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് ആ കുടുംബത്തോടൊപ്പം സ്വർഗത്തിലെ ഉന്നതമായിട്ടുള്ള പദവിയിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അവിടെ ധീരമായി പോരാടുന്ന ആ പോരാളികൾക്ക് അള്ളാഹു സ്ഥൈര്യവും എല്ലാ സഹായവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം അവരെ ക്രൂരമായി ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന, അവർക്കെതിരെ പദ്ധതികൾ മെനയുന്ന ആ ശത്രുക്കളുടെ എല്ലാ പദ്ധതികളും പൊളിച്ച് ഇരുലോകത്തും അവരെ അള്ളാഹു നിന്ദിക്കുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.